അനിശ്ചിതത്വങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ജീവിതം. ജീവിതത്തിൽ വളരെ ചുരുക്കം കാര്യങ്ങളെ സുനിശ്ചിതമായി സംഭവിക്കുന്നുള്ളൂ. സുനിശ്ചിതമെന്ന് ഞാൻ പറയുമ്പോൾ മരണത്തെക്കുറിച്ചല്ല. നാം വിചാരിക്കുന്നത് പോലെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. ബാക്കി മുഴുവൻ അനിശ്ചിതത്വങ്ങളാണ്. ട്വിസ്റ്റാകുക എന്ന് നമ്മൾ പറയും. ചെല്ലുന്നിടത്തു നിന്നൊരു തിരിവാണ്, എങ്ങോട്ടെന്നറിയാത്ത ഒരു പോക്കാണ്. വിനോദയാത്രയ്ക്ക് പോകുന്നയാൾ മരണപ്പെട്ട് മടങ്ങി വരുന്നു. ജോലി തേടി സന്തോഷത്തോടെ സുരക്ഷിതമാകുന്നു ജീവിതമെന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്നവൻ എല്ലാം തകർന്നു തിരികെ വരുന്നു. എല്ലാ പ്രതീക്ഷകളോട് ആരംഭിക്കുന്നത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം. സത്യത്തിൽ ഈ അനിശ്ചിതത്വം തന്നെയാണ് ജീവിതത്തിൻ്റെ സന്തോഷം, ജീവിതത്തിൻ്റെ സൗന്ദര്യം. നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരിടത്ത് നെഗറ്റീവുണ്ട്, മറ്റൊരിടത്ത് പോസിറ്റീവുണ്ട്. ഒരിടത്ത് തകർച്ചകളാണെങ്കിൽ മറ്റൊരിടത്ത് എത്രയോ ആളുകളാണ് പറയുന്നത്. നമ്മുടെയൊക്കെ കൂടെ സ്കൂളുകളിൽ പഠിച്ച എഴുതി തള്ളപ്പെട്ട ആളുകൾ ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും കാണുമ്പോൾ പഠിച്ച ആളുകൾ, അന്ന് നന്നായിട്ട് പഠിച്ച ആളുകൾ മൂക്കത്ത് വിരൽ വെക്കും, ഇവനെങ്ങനെ ഇങ്ങനെ ആയി എന്ന്. അനിശ്ചിതത്വത്തിന് രണ്ട് തലങ്ങളുണ്ട്. അതിൽ ഗുണപരവും ഔന്നത്യപൂർണവുമായ ഒരു തലമുണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് തകർച്ചയാണ്. അതാണ് ഉൾക്കൊള്ളാൻ മേലാത്തത്. എല്ലാം സ്റ്റഡിയാണ്, എല്ലാം ഓക്കെയാണെന്ന് പറയുന്നിടത്ത് നിന്ന് തകർന്നു പോവുകയാണ്. ചില മരണങ്ങൾ പോലും അങ്ങനെയാണ്. പ്രിയപ്പെട്ടവർ, ഈ അനിശ്ചിതത്വങ്ങളുടെ ജീവിത സാഹചര്യത്തെ സമീപിക്കുവാനുള്ള, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണമെന്നുള്ള ജീവിത പാഠങ്ങൾ തിരുവചനത്തിൽ ഒരാളുടെ ജീവിതവുമായി അല്പസമയ യാത്ര ചെയ്യുവാൻ എല്ലാവർക്കും തന്നെ പരിചയമുള്ള സുപരിചിതനായിട്ടുള്ള ആൾ തന്നെയാണ്. എന്നാലും ഇന്നത്തെ ധ്യാനത്തിൽ അല്പം കൂടെ അദ്ദേഹത്തോടൊന്ന് അടുത്ത് നിൽക്കുവാൻ ഒരു ശ്രമം. തിരുവചനം നന്നായിട്ട് വായിക്കുന്ന ആളുകൾ, ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊന്നും പുതിയതാവണമെന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഒരു യാത്ര എന്ന നിലയിൽ ഈ ധ്യാനത്തെ ക്രമീകരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. പുറപ്പാട് 2:4, അവനെ നിന്നു, അവൻ എന്ത് ഭവിക്കുന്നു എന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. നമുക്കൊന്ന് തലപണക്കി പ്രാർത്ഥിക്കാം. ബാറക്കുമോൻ. സ്നേഹവാനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൻ്റെ അനുഗ്രഹീതമായ യാമങ്ങൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നിൻ്റെ സന്നിധി ചേർന്ന് വരുവാൻ ബലഹീനരെ സഹായിച്ചല്ലോ. കഴിഞ്ഞയാഴ്ച ഈ സമയം നിയന്ത്രണങ്ങൾ ശക്തമായ നാളുകളായിരുന്നെങ്കിൽ ഇത്രയുമെങ്കിലും അനുകൂലമായി നീ ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പുറത്തിറങ്ങി ഒന്ന് നടക്കുവാൻ, ഞങ്ങൾക്കൊരുമിച്ച് മുഖാമുഖം കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു തരണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷയെ അവിടുന്ന് വാഴ്ത്തണമേ. ബലഹീനതയുള്ള അധരങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. പരിമിതമായ ചിന്താഭാവങ്ങളിൽ അവിടുത്തെ ആത്മാവ് പ്രവർത്തിക്കണമേ. കടന്നു വന്നിരിക്കുന്ന നിൻ്റെ മക്കൾ അനുഗ്രഹീതരായി മടങ്ങുവാൻ തിരുവചനത്തിൻ്റെ ആഴമേറിയ സന്ദേശങ്ങളെ വാരി വിതരണമേ. അവനവൻ ആവശ്യമുള്ളത് നൽകുവാൻ 40 വർഷം ഇസ്രയേലിൻ്റെ മുമ്പിൽ മന്നയായി രൂപപ്പെട്ട ദൈവമേ, ആ തിരുകൃപ ഇന്നടിയങ്ങൾക്ക് ആസ്വദിപ്പാൻ സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന അടിയനും കേൾക്കുന്ന മക്കൾക്കും ഒരുപോലെ തിരുവചനം ആസ്വാദ്യകരവും ആഹ്ലാദകരവും സ്വയതിരിച്ചറിവിന് വഴി തുറക്കുന്നതുമായി തീരണമേ. മാനസികമായ ക്ലേശങ്ങൾ, പിരിമുറുക്കങ്ങൾ, അസ്വസ്ഥതകൾ, ആകായികകൾ, നൊമ്പരങ്ങൾ, വേദനകൾ എന്നിവ പേരെ നിൻ്റെ അടുക്കിലേക്ക് വരുന്ന, കുരിശെടുത്ത് നിന്നെ അനുഗമിക്കുന്നവരുടെ മുമ്പിൽ കുരിശിലേറിയവൻ്റെ കൃപ ഒഴുകിയെത്തണമേ. കണ്ണുനീര് കാണുമ്പം മനസ്സലിയുന്ന, ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ ദൈവമേ, ഏകാന്തതയുടെ നടുവിൽ വീർപ്പുമുട്ടുന്നവരും നിസ്സഹായതയുടെ നടുവിൽ വേദനിക്കുന്നവരുമായ എല്ലാവരോടും കരുണ തോന്നി നിൻ്റെ അദൃശ്യ കരം നീട്ടി അവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, വ്യക്തിയായി കുടുംബമായി അനുഗ്രഹിക്കപ്പെടണമേ. സഭയോട് കരുണ തോന്നണമേ. ഇടവകകളോട് കരുണ തോന്നണമേ. ലോകത്തോട് മനസ്സലിയണമേ.
ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. അവന് എന്ത് ഭവിക്കുന്നു എന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്നു. ഭാഗമറിയാവുന്നതുകൊണ്ട് പശ്ചാത്തലം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിചാരം. ഒരു ജനനമാണ്. ഏതൊരു ജനനവും ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഒരാൾ ഈ ലോകത്തിലേക്ക് വരിക. അത് സാധ്യതമായോ എന്നറിയുന്നത് മരണത്തിലാണ്. അതുകൊണ്ടാണ് മരണം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം. ഒരാളുടെ ജീവിതം വിലയിരുത്തപ്പെടുന്നത് മരണത്തിലൂടെയാണ്. കാരണം അതുവരെയും നീണ്ടു നിൽക്കുകയാണ് നിയോഗം. നാം കാണുന്ന യൗവനത്തിൻ്റെ രക്തത്തിളപ്പിൻ്റെ കാലഘട്ടത്തിലോ അഞ്ച് ചെയ്യുന്ന റിട്ടയറാകുന്ന കാലം വരെയോ ഒന്നും അല്ല ജീവിതത്തിൻ്റെ നിയോഗം. അത് വീണ്ടും ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ശ്വാസം എടുക്കുന്നത്, അവസാന ശ്വാസം പിൻവലിക്കുന്നത് വരെ നിയോഗങ്ങൾ അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകാം, പക്ഷേ മരണത്തോടെ നിയോഗം പൂർണ്ണമാവുകയാണ്. ജനനം ആനന്ദകരമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച്, എബ്രായരെ സംബന്ധിച്ച് ഒരു ആൺകുഞ്ഞിൻ്റെ ജനനം ആവേശമാണ്. തലമുറ നിലനിർത്തുവാൻ ഒരാണുണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കുന്ന, അതിനെന്ത് നേർച്ചയും തരുന്നവനെ തിരിച്ച് ദൈവത്തിന് കൊടുത്തേക്കാം എന്നുവരെ കഠിനമായ നേർച്ച നേരുന്ന എബ്രായ പാരമ്പര്യത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജനനം ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ തൊട്ട് ആറ്റുനോറ്റ് പ്രാർത്ഥിക്കുകയാണ്, ആണാവരുതേ എന്ന്. ഇതൊരു വൈരുദ്ധ്യമാണ്. നാം ആഗ്രഹിക്കുന്ന, നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധ്യതമാകുമ്പോൾ പോലും സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ തിരിച്ചു പ്രാർത്ഥിക്കുവാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം. ആണിനു വേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവൻ ആണിനെ കിട്ടരുതേ എന്ന ആത്മാർത്ഥതയോടെ നിലവിളിക്കുന്ന രംഗമാണ്. പക്ഷേ എന്താണോ പ്രാർത്ഥിച്ചത് അതിന് വിരുദ്ധമായത് സംഭവിക്കുക. ആണ് തന്നെ പിറന്നു. ആണ് പിറന്നപ്പോൾ വെപ്രാളമാണ്. എങ്ങനെയാണ് ഇതിനെ ഒന്ന് കൊണ്ടു നടക്കുക? ഇന്നത്തെ ഓരോ പിറവിയിലും ഉണ്ടാകേണ്ട വെപ്രാളം ഇതാണ്. എങ്ങനെ കൊണ്ടു നടക്കും? എൻ്റേതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഓരോ ജീവനുകളെയും ജീവിതങ്ങളെയും എങ്ങനെ കൊണ്ടു നടക്കുമെന്നുള്ള ഒരു വെപ്രാളം, ഒരാധി എന്നും മനസ്സിൽ രൂപപ്പെടേണ്ടതാണ്. ആദ്യകാലത്ത് കൊഞ്ചലിൻ്റെയും കുഴച്ചിലിൻ്റെയും കാലം, അത് കഴിഞ്ഞ് വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയോ കൈമോശം വന്നു പോകുന്ന, എൻ്റേതായിരുന്നത് എൻ്റേതല്ലാതായിത്തീരുന്ന നിമിഷങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അനേകം മാതാപിതാക്കൾ പേറുന്നതാണ്. അതൊരു സ്വാഭാവികതയാണ്. എൻ്റേതെന്ന് പറഞ്ഞ് വളർത്തപ്പെടുന്നത് അവരുടെ സുരക്ഷിതത്വത്തിനാണ്, വളർത്തുന്നവരുടെ സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയല്ല. വളർത്തുന്നവരുടെ, ജനിപ്പിച്ചവരുടെ ചിന്ത ഇതെൻ്റെ ആനന്ദത്തിനാണ് എന്ന് ആണെങ്കിൽ തെറ്റി. മറിച്ച് വളരുന്നവരുടെ സുരക്ഷിതത്തിനു വേണ്ടിയാണ് മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും വാത്സല്യം ഒരാളിൽ പകർന്നു നൽകിയിട്ടുള്ളത്. അതും അവിടെ മാത്രമല്ല, മാതാപിതാക്കളിൽ മാത്രം നിൽക്കുന്നതല്ല. ഒരു കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് അപ്പനും അമ്മയും പള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൊച്ചു വെളിയിലോട്ട് പോയാൽ അവിടെ കാണുന്ന ആരും ആ കൊച്ചിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുക്കും. ദാണ്ട കൊച്ച് എന്ന് സൂചിപ്പിക്കും. നമ്മുടേതല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാറില്ല. അപ്പോൾ പിറവിയിലെ ആധി, ഒരു ആളിൻ്റെ ജനനത്തിൽ രൂപപ്പെടുന്ന ആധി, ഇത് അനേക കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തിരുവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. യേശുവിൻ്റെ ജനനം ഇങ്ങനല്ലേ? എന്തൊരാധിയാണ്! പിറക്കുന്നതിന് മുമ്പും പിറന്നു കഴിഞ്ഞിട്ടും മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുള്ള വൈഷമ്യങ്ങൾ ഒരുപാടാണ്. ആ വൈഷമ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ആലോചന കൃത്യമായി കേട്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ 33 വയസ്സ് വരെ എത്തിക്കാൻ. 33 വരെയൊന്നും അവരുടെ കയ്യിൽ കാര്യങ്ങൾ നിന്നില്ല. എന്നാൽ പോലും 33 വയസ്സ് വരെ ക്രിസ്തുവിൻ്റെ ജീവൻ എത്തി നിൽക്കുവാൻ യൗസേപ്പും മറിയമും എത്രമാത്രം പാടുപെട്ടു എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും അവൻ്റെ മേൽ ഒരവകാശവാദവും അവർ ഉന്നയിച്ചില്ല. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്നറിയാവോ? മറിയാം ഒരിക്കൽ മാത്രം ഒരു പരിഭവം പറയുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ച് കാണാതെ 12-ാം വയസ്സിൽ
മകനെ അല്പസമയത്തേക്ക് കാണാതെ പോകുമ്പോൾ പറയുന്നൊരു പരിഭവമുണ്ട്, ഞാനും നിൻ്റെ അപ്പനും എത്ര വിഷമിച്ചു എന്നറിയാം. അല്ലാതെ തങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണല്ലോ, മനപ്രയാസപ്പെട്ടതാണല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ ഒരവകാശവാദവും മാതാപിതാക്കൾ അവൻ്റെ മേൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ടും ആളുകൾ കൂടിയിരിക്കുന്ന വീടിനകത്ത് അവനോട് ചേർന്നിരിക്കുന്ന ബഹുപുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് പുറത്ത് നിൽക്കുകയാണ് അമ്മ. എന്നിട്ട് ആൾ വിടുകയാണ്. നിൻ്റെ അമ്മ സഹോദരങ്ങൾ പുറത്ത്, ഏറ്റവും ആത്മബന്ധവും അവകാശബോധവും ഒക്കെയുള്ള ആൾ പുറത്തു നിന്നിട്ട് ആൾ വിട്ട് അറിയിക്കുന്ന, വളർത്തുന്നവരുടെ മേൽ വളർത്തിയവർക്ക് വാത്സല്യവും സ്നേഹവും അവകാശവും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന തലത്തിൽ വകവെച്ച് കിട്ടിയില്ല എന്ന് വന്നാൽ അതിൽ ഭാരപ്പെടേണ്ടതില്ല. അത് അവരുടെ സുരക്ഷിതമായ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നമ്മിൽ ഇട്ട, നമുക്ക് തന്ന ഒരു ഭാവമാണ്. മാതൃവാത്സല്യത്തിൻ്റെയും പിതൃസംരക്ഷണത്തിൻ്റെയൊക്കെ ഭാവമെന്ന് മാത്രം വിചാരിച്ച് ആശ്വസിക്കുന്നതാകും നല്ലത്, മനസ്സിൻ്റെ സമാധാനത്തിനെങ്കിലും എന്ന് തോന്നിപ്പോവുകയാണ്. ഈ കുഞ്ഞിൻ്റെ പിറവി അനിശ്ചിതത്വങ്ങളുടെ നടുവിലാണ്. ഫറവോൻ്റെ കൽപ്പന നിൽക്കുകയാണ്, ആണായി പിറക്കുന്ന എബ്രായനെ കൊന്നുകളയണമെന്നുള്ളു. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്, ഒരു പെണ്ണായിരിക്കണേ, ആണാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫറവോൻ്റെ വാളിൻ്റെ വായ്ത്തലക്കിലേക്ക് പിറന്നു വീഴുന്ന ഒരു എബ്രായ കുഞ്ഞിനെ 3 മാസം ഒളിച്ചു വെക്കുകയാണ്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മരണത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞാണ്. മരണത്തിലേക്ക് ജനിച്ചു വീഴുകയാണ്. മരണത്തിൻ്റെ വക്കിലാണ് അവൻ്റെ നിപ്പ്. എന്തൊരു അനിശ്ചിതത്വമാണ്. നമ്മളൊക്കെ പലപ്പോഴും അകാലത്തിൽ അറ്റുപോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഒത്തിരി സങ്കടപ്പെടാറുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് ചോദിക്കാറുണ്ട്. സങ്കടകരമാണ്, നിശ്ചയമായും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയാണ്. ഇവിടെ പക്ഷേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വാളിൻ്റെ വായ്ത്തലക്കിലേക്ക് പിറന്നു വീഴുന്നവനെ 3 മാസം ഒളിച്ചു വെച്ചിട്ട് അവർ ഞങ്ങണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി നദിയിലേക്ക് ഒഴുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി നിന്നെ സൂക്ഷിച്ചു വെക്കാൻ ഞങ്ങളെ കൊണ്ട് നിർവാഹമില്ല, എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ എന്നുള്ള ഒരു അനിശ്ചിതത്വം രൂപപ്പെടുകയാണ്. പിറവിയിൽ അനിശ്ചിതത്വമാണ്. 3 മാസം സൂക്ഷിച്ചു വെച്ച കുഞ്ഞിനെ 3-ാം മാസം വെളിയിലേക്ക് ഒഴുക്കി വിട്ടിട്ട് പുതിയ അനിശ്ചിതത്വം മാതാപിതാക്കൾ സൃഷ്ടിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അത് അവരുടെ കൂടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് നാം വായിച്ച വാക്യം, ഈ പെട്ടകത്തിൽ വെച്ച് കുഞ്ഞ് ഒഴുകിപ്പോകുമ്പോൾ, ആ കുഞ്ഞ് കിടക്കുമ്പോൾ ഈ പെങ്ങളെ നോക്കുന്ന രംഗമാണ്. അവൻ എന്താണ് ഭവിക്കുക എന്നറിയാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്ന് അവനെ നോക്കിയെന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ അനിശ്ചിതത്വത്തിൻ്റെ രൂപഭാവം? ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യതയില്ലാത്തവൻ, ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മരിക്കുമ്പോൾ 120 വയസ്സാണ്. അനിശ്ചിതത്വം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന രൂപങ്ങളുടെ, അവസ്ഥകളുടെ, സാഹചര്യങ്ങളുടെ പിന്നിൽ ഒരു സുനിശ്ചിതത്വത്തിൻ്റെ ദൈവ പദ്ധതി നിലനിൽക്കുന്നു എന്നുള്ളത് അറിയാൻ നമ്മൾ ഒത്തിരി സമയമെടുക്കും. നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, ഞാനിവിടെ നിന്നുകൊണ്ട് പറയാം എല്ലാം ദൈവ പദ്ധതിയാണ്. പക്ഷെ അത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് കാലമൊത്തിരി കടന്നുപോകും, പ്രായമൊത്തിരി മുന്നോട്ട് പോകും. ഇവിടെ ഇരിക്കുന്ന 60-70 അല്ലെങ്കിൽ ഓരോ ആളുകളും അവനവൻ്റെ പ്രായത്തിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ ഭൂതകാലങ്ങളിൽ സംഭവിച്ച പല അനിശ്ചിതത്വങ്ങളും സുനിശ്ചിതമായ ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് അറിയാൻ വൈകിപ്പോയല്ലോ എന്നൊരു കുറ്റബോധം ഉള്ളിലുണ്ട്. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. യൗസേപ്പ് പറയുന്നില്ലേ, ഉൽപ്പത്തി 45-ന്റെ 5-ാം വാക്യത്തിൽ തൻ്റെ മുമ്പിൽ യാചകരെ പോലെ വന്ന് നിൽക്കുന്ന സഹോദരങ്ങളോട് പറയാണ്, ഇതൊരു ദൈവപദ്ധതിയാണ്, എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണ്. ഇവൻ്റെ അപ്പന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ പൊട്ടക്കിണറ്റിലിട്ടതെന്നാണ് ഇവൻ പറയുക. ഇവൻ്റെ സഹോദരങ്ങളെ തീറ്റിക്കാനാണ് ഇവൻ സഹോദരങ്ങളാൽ ഒറ്റപ്പെടേണ്ടി വന്നതെന്ന് അവൻ പറയുക.
വിശ്വസ്തയോടെ ദൈവസന്നിധിയിലും ഏൽപ്പിക്കപ്പെട്ട ചുമതലകളിലും നിന്നിട്ട് ആക്ഷേപിച്ച് പരിഹസിച്ച് കുറ്റപ്പെടുത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ മാത്രം അത്രമാത്രം തളർന്നുപോയ ഒരുത്തൻ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുന്നത് പദ്ധതിയാണ്, അവൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഏതാണ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട്? ഏത് വൈഷമ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിസ്സാരമെന്നല്ലാതെ മറ്റൊന്ന് പറയാനൊക്കാത്ത വിധത്തിൽ ചെറുതാവുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സുനിശ്ചിത പദ്ധതിയാണ് അനിശ്ചിതത്വം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന എല്ലാറ്റിലും ഉള്ളത്. സാധാരണ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പം ഒരു നല്ല മനോഹരമായ മലയാള വാക്കിങ്ങനെ ഉപയോഗിക്കും, ആകസ്മികം. അങ്ങനെ ഒരു സംഭവമില്ല. നമ്മുടെ ധാരണയിലാണ് ഈ ആകസ്മികം. കൃത്യമായി എഴുതി വെച്ച പദ്ധതിയിൻ പ്രകാരം എന്ന പോലെ ഒരാൾ പിറക്കുകയും പോവുകയും ചെയ്യുന്ന ഒരു സംഭവത്തിന് സാക്ഷികളാകുന്ന നമുക്ക് തോന്നി, അയ്യോ കുറച്ചു നാളൂടെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ എന്ന് തോന്നിപ്പോയ നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് രൂപപ്പെട്ട ഒരു മനോവികാരമാണ് ആകസ്മികം. സുനിശ്ചിതമല്ലേ എല്ലാം? അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഇത് കൊണ്ടു നടക്കുന്ന ഞാൻ കാണുന്ന അനിശ്ചിതത്വങ്ങളെ ഒരു സുനിശ്ചിത ദൈവപദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ എനിക്കെങ്ങനെയാണ് കരയാനൊക്കുക? എനിക്കെങ്ങനെയാണ് പരാജയപ്പെടുവാനൊക്കുക? എനിക്ക് ഈ അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് പുറകോട്ട് പോകാനൊക്കുക? ജനിച്ച് അന്ന് മരിക്കേണ്ടവൻ 120-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഈ 120 എന്ന് പറയുന്നത് രസമാണ്. ആയുസിൻ്റെ ഘടന വേദപുസ്തകം പറയുമ്പോൾ ആദാം 930 വയസ്സ് വരെ ജീവിച്ചു എന്നാ. ഏറ്റവും കൂടുതൽ ജീവിച്ചയാള് മെതുശലേഹാണ്, 969. അതിനപ്പുറം ആരും പോയിട്ടില്ല. 969 വരെ ഒരാൾ ജീവിക്കുമ്പോൾ അയാളുടെ യൗവനം എത്ര? 80 എന്ന് പറഞ്ഞാൽ ബാല്യമാണ്. 80, 90, 100 ഒക്കെ ബാല്യകാലമാണ്. ഒരാളുടെ ആയുസ് വെച്ചാണ് അയാളുടെ ബാല്യവും യൗവനവും അതുപോലെ വാർദ്ധക്യമൊക്കെ അളക്കേണ്ടത്. 26 വയസ്സുള്ള ഒരാളുടെ വാർദ്ധക്യം 26ആണ്. 26-ൽ മരിക്കുന്ന ഒരാളുടെ വാർദ്ധക്യം 26. നമ്മൾ പൊതുവിൽ ആയുസിൻ്റെ താരതമ്യം ശരാശരി നോക്കിയിട്ട് ഇതാണ് വാർദ്ധക്യം, ഇതാണ് യൗവനം, ഇതാണ് ബാല്യം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ തിട്ടപ്പെടുത്താനൊക്കത്തില്ല. ഇത് ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയത്തിൽ വിശകലനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. അങ്ങനെ 900-ങ്ങളിൽ കിടന്ന ആയുസ് നോഹയുടെ കാലം ജലപ്രളയത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ഇങ്ങനെ വെട്ടിക്കുറച്ച് 120 നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ഇതാണ്, ആയുസ് കൂട്ടിക്കൊടുത്തിട്ട് പാപം കൂടുന്നതല്ലാതെ ഒരു ഗുണം ഉണ്ടാവുന്നില്ല. എത്ര ശരിയാണ് നമ്മളെ സംബന്ധിച്ച്. 2 വയസ്സിലെ നന്മ, 3 വയസ്സിലെ നന്മ, 4 വയസ്സിലെ നന്മ ആയുസ് കൂട്ടിക്കിട്ടിയപ്പോൾ പോയതെന്താണ്? ഞാനിങ്ങനെ ഓർക്കും, വളർന്നപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും വളർന്നപ്പോൾ വളരാതെ പോയത് നന്മയാണോ? വളരാതെ പോയത് മനസ്സാണോ? വളരാതെ പോയത് ദൈവബന്ധമാണോ? ബാക്കിയെല്ലാം വളർന്നു. പ്രിയപ്പെട്ടവരെ, 120 എന്ന് പറയുന്ന ജലപ്രളയത്തിൽ ദൈവം മനുഷ്യകുലത്തിന് നിശ്ചയിച്ചു വെച്ച ആയുസ്സാണ്. ജലപ്രളയം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മോശയുടെ വരവ്. അങ്ങനെ കടന്നു വന്ന മോശയ്ക്ക് പരമാവധി ജീവിക്കാൻ അവസരം കൊടുത്തു എന്നുള്ളതാണ് ഈ 120 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. ഒരു മനുഷ്യന് ലോകത്തിൽ എത്ര ആയുസ് അനുവദിച്ചിട്ടുണ്ടോ അത്രയും എവിടെ പോകേണ്ടതാണ്? മാതൃഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മരിച്ചു വീഴേണ്ട, അവിടെ അസ്തമിക്കേണ്ട ജീവിതത്തിനാണ് ഒരു പുരുഷായുസിൻ്റെ, ഒരു മനുഷ്യായുസിൻ്റെ പരിപൂർണത ദൈവം തമ്പുരാൻ കൽപ്പിച്ചു നൽകിയത്. അനിശ്ചിതത്വങ്ങളുടെ നടുവിലെ സുനിശ്ചിതമായ ദൈവപദ്ധതി എത്ര വ്യക്തമാണ്! ഇത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യത്തെ കരച്ചിലിൽ കൊല്ലപ്പെടേണ്ടവനാണ്. 3-ാം മാസത്തിൽ വെള്ളത്തിൽ ഒഴുക്കിവിടുമ്പോൾ അസ്തമിക്കേണ്ടതാണ്. എന്തെല്ലാം അനിശ്ചിത സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവൻ്റെ വരവ്. സഹോദരങ്ങളെ ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവനവൻ്റെ ആയുർദൈർഘ്യം, പ്രായമുള്ള ആളുകൾക്ക് പരാതിയുണ്ട്. അവർ പറയും എങ്ങനെയും ഒന്ന് പോയാൽ മതി. എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ നിമിഷവും ജീവൻ ഇവിടെ പരിപാലിക്കപ്പെടുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവൻ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്.
അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകയാത്രയിൽ സുനിശ്ചിതമായി ദൈവം നമ്മെ കൊണ്ടു നടക്കുകയാണ്. കാരണം എൻ്റെ ആയുസ്സിനെക്കുറിച്ചും നിങ്ങളുടെ ആയുസ്സിനെക്കുറിച്ചും ദൈവത്തിനൊരു വ്യക്തമായ പദ്ധതിയുണ്ട്. അവിടെ എത്തുന്നത് വരെ ഏത് അപകടങ്ങളിൽപ്പെട്ടാലും, ഏത് രോഗത്തിൽപ്പെട്ടാലും, ഏത് അത്യാഹിതങ്ങളിൽപ്പെട്ടാലും, ഏത് കോവിഡ് വന്നാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ എത്തുന്നത് വരെ അവൻ ഉദ്ദേശിക്കുന്ന നിമിഷം. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ലോകത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ ആയുസ്സാണ്. ആയുസ്സിൻ്റെ പരിസമാപ്തിയാണ്. അതുകൊണ്ട് ആയുസ് കുറയുന്നത് ഒരു അനുഗ്രഹമല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ വീണ്ടും മറ്റു പല കാര്യങ്ങളും പറയേണ്ടി വരും. സ്തേഫാനോസിൻ്റെ മരണവും ശിശുക്കളുടെ ക്രിസ്തുവിന് പകരം കൊല്ലപ്പെട്ട ശിശു സഹോദരന്മാരുടെ മരണവും യേശു ക്രിസ്തുവിൻ്റെ മരണവുമൊക്കെ വെച്ച് അതിനെ താരതമ്യം ചെയ്യേണ്ടതായിട്ട് വരും. ജീവനെക്കുറിച്ച് ഒരിക്കലും ദൈവസന്നിധിയിൽ നന്ദികേട് കാണിക്കരുത്. ജീവിതം മടുത്തു എന്ന് പറയുന്നതാണ് ജീവനോടുള്ള ഏറ്റവും വലിയ നന്ദികേട്. ജീവിതം മടുത്തു എന്നുള്ള തോന്നലാണ്. ഇതെങ്ങനെയാണ് മടുത്തത്? നമ്മളായിട്ടുണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണത്തിൽ വന്ന വ്യത്യാസങ്ങളാണ്, നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വ്യതിരിക്തതകളാണ് നമ്മുടെ ജീവിതത്തെ മടുപ്പുള്ളതാക്കി മാറ്റുന്നത്. വഴക്കുണ്ടാക്കുന്നിടത്ത് വീണ്ടും നമ്മൾ നിൽക്കുക. നീ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കേ, തീർന്നില്ലേ? പ്രശ്നങ്ങൾ ഉള്ളിടത്ത് നീ വീണ്ടും ആ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് വലയുകയാണ്. ഒന്ന് മാറി നിന്നേ, പുതിയ സാഹചര്യങ്ങളെ തേടിക്കേ, പുതിയ അവസരങ്ങളെ തേടിക്കേ. ഏത് പ്രായത്തിലുള്ളവർക്കും അവനവൻ്റെ വൈഷമ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള മനോബോധം ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ടും പ്രശ്നങ്ങൾക്കിടയ്ക്ക് കുഴഞ്ഞു കിടന്നിട്ട് ദൈവം തന്ന സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് പറയുക, മടുത്തു. മഴ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പോവുക? കുട പിടിച്ചാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ തലയിൽ മഴ വീഴാത്ത സംവിധാനത്തെ രൂപപ്പെടുത്താൻ ബോധം തന്നതുപോലെ തന്നെയാണ് ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനോ മറികടക്കുവാനോ അല്ല വഴിമാറിപ്പോകുവാനോ ദൈവം നമുക്ക് തന്നിട്ടുള്ള വിവേകം. മാത്തമാറ്റിക്സ് പഠിച്ചപ്പോൾ ഇങ്ങനെ ചോദ്യം ഇട്ട് തരികയാണ്. സോൾവ് എന്ന് പറഞ്ഞാണ് ചോദ്യം തുടങ്ങുക. സോൾവ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ചോദ്യം ക്രിയേറ്റിംഗ് ദ പ്രോബ്ലം ആൻഡ് ദെൻ സോൾവ് ദ പ്രോബ്ലം. ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണ്, എന്നിട്ടത് സോൾവ് ചെയ്യുകയാണ്. ഇത് മാത്തമാറ്റിക്സ് മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്ത പണിയല്ല. ജീവിതം മുഴുവൻ ഇതാണ്. ജീവിതം മുഴുവൻ ഇതാണ്. കൊച്ചുപ്രായത്തിൽ 3 വയസ്സിലും 4 വയസ്സിലുമൊക്കെ ബാലരമ പോലെയുള്ള ചെറു കഥാപുസ്തകങ്ങൾ തന്നിട്ട് വഴി കണ്ടുപിടിക്കാവെന്ന് ചോദിച്ചില്ലേ? എന്തൊരു രസമായിരുന്നു. ഇത് തന്നെയല്ലേ ജീവിതം? ഒരു വഴി കണ്ട്, ഇന്നത്തെ എൻ്റെ സാഹചര്യം പാമ്പാടിക്കുള്ള വഴി കണ്ടുപിടിക്കുന്ന കാര്യമല്ല, ജീവിതത്തെ ആനന്ദകരവും ലക്ഷ്യപൂർണതയിലെത്തിക്കുന്നതുമായ വഴി കണ്ടുപിടിക്കാനുള്ള ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അന്ന് വരച്ചോണ്ടിരുന്നത്. ആ ബോധം മാത്രം ഉണ്ടായില്ല. അന്ന് ഞാൻ ഒന്നാമതായിട്ട് ചെയ്തു. പ്രൈസ് അവാർഡ് എത്ര എണ്ണമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചെന്ന കുഞ്ഞുങ്ങൾ മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. ഷോക്കേസിൽ വളരെ ഭംഗിയായി അവർക്ക് കിട്ടിയ മെമൻറ്റോസ് എല്ലാം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ് കാണത്തക്ക രീതിയിൽ. മറ്റു പലരെയും പരാജയപ്പെടുത്തി നീ ഒന്നാമതായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജീവിതത്തിലും അങ്ങനെ വേണമെന്നാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നാമനായതുകൊണ്ട് രക്ഷപ്പെടില്ല. സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് പറയാനൊക്കും ഞാൻ ഈ ജീവിതം മടുത്തുന്ന്, ഈ ജീവിതം വേദനകൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഇതിനെക്കുറിച്ച് നിരാശയോടെ കാണാൻ എങ്ങനെയൊക്കും? വാളിൻ്റെ വായ്ത്തലക്കിലേക്ക് പിറന്നു വീണവൻ 120ാമത്തെ ആയുസ്സിൻ്റെ പരിപൂർണതയിലാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുന്നത് എന്നതുപോലെയല്ലേ എൻ്റെ നിങ്ങളുടെ യോനായുടെ പുസ്തകം ഇത് തന്നെയാണ്. അനിശ്ചിതത്വങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു യോനായുടെ പുസ്തകം. പോകാൻ പറഞ്ഞു നിനവയിലേക്ക്, പോയേക്കാമെന്ന് വെച്ചു തർസൂസിലേക്ക്. കപ്പലിൽ കയറി കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്തുമെന്ന് ഉറപ്പല്ലേ? നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റേ കയറിയിട്ട് നമ്മളാരും തലയിട്ട് വെളിയിലോട്ട് നോക്കുന്നില്ലല്ലോ, ഈ വഴിയെ തന്നെയാണോ പോകുന്നതെന്ന്. ദുബൈയിൽ എത്തുമെന്ന് ഉറപ്പാണ്. ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്, അങ്ങോട്ട് എത്തുമെന്ന് ഉറപ്പാണ്. പിന്നെ നമ്മളൊന്നും അറിയണ്ട, അവർ ചെയ്തോളും. ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയാൽ മതി. അങ്ങനെയാണ് കപ്പലിൽ കൂലി കൊടുത്ത് കയറിയ ഒരുത്തന് പിന്നെ എന്താണ് അനിശ്ചിതത്വം? വീണ്ടും
എല്ലാം സുരക്ഷിതമെന്ന് വിചാരിക്കുന്നിടത്ത് അനിശ്ചിതത്വം ആരംഭിക്കുകയാണ്. അതിലൊരു മനോഹരത്വം ഇല്ലേ? അനുഭവിച്ചവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറി നിന്ന് വായിക്കുന്നവർക്ക് അതിനകത്തൊരു സൗന്ദര്യം ഫീൽ ചെയ്യുന്നില്ലേ? എന്തെല്ലാം അനിശ്ചിതത്വങ്ങളാണ്. കപ്പലിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് ഇട്ടേക്കാൻ പറയുമ്പോൾ കപ്പൽക്കാരുടെ പ്രശ്നം തീർന്നു, അവൻ്റെ തുടങ്ങുകയാണ്. തിമിംഗലത്തിൻ്റെ വയറ്റിലേക്ക് അവിടെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ദുരന്തമാണെങ്കിൽ അത് പങ്കുവെക്കാൻ, സുഖമാണെങ്കിൽ അത് പങ്കുവെക്കാൻ, പ്രാർത്ഥനയാണെങ്കിൽ അത് പങ്കുവെക്കാൻ. അങ്ങനെയും പറയുന്നത് ശരിയല്ല. അവരെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഇവൻ കിടന്നുറങ്ങുമായിരുന്നു. ചില വീട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്ന കൂട്ടരില്ലേ? അങ്ങനെ തിമിംഗലത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് പിന്നെ അവൻ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അനിശ്ചിതത്വങ്ങളല്ലേ. അവൻ പോയി പ്രസംഗിക്കുന്നതും അവൻ തണൽ കണ്ടെത്തി ആവണക്ക് കുത്തിക്കളയുവാൻ. എത്ര കൃത്യമായിട്ടാണ് മനുഷ്യജീവിതത്തിൽ അനിശ്ചിതത്വം രൂപപ്പെടുത്തുവാൻ ദൈവ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഒരു പുഴു, ഞാനൊരു പഠനം ഇങ്ങനെ മനുഷ്യനേക്കാൾ യോനായുടെ പുസ്തകത്തിലുള്ള ജീവികളെയും പ്രകൃതിയെയും വെച്ചുകൊണ്ട് വെറുതെ ഒന്ന് ചിന്തിച്ചപ്പോൾ ഓർത്ത് എത്ര കൃത്യമായിട്ട് പ്രകൃതി ദൈവത്തെ അനുസരിക്കും. കാറ്റടിക്കാൻ പറഞ്ഞപ്പോൾ കാറ്റടിച്ചു, വാ തുറക്കാൻ പറഞ്ഞപ്പോൾ തിമിംഗലം വാ തുറന്നു, കുത്തിക്കളയാൻ പറഞ്ഞപ്പോൾ പുഴു കിളുക്കാൻ പറഞ്ഞപ്പോൾ ആവണക്ക് കിളുത്തു. എന്തോ ഒരു സംവിധാനമാണ്. അനിശ്ചിതത്വങ്ങൾ രൂപപ്പെടുത്തുവാൻ ദൈവം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾക്ക് കൃതജ്ഞതയാണ്. ഒന്നിൽ നിന്ന് അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തലേവിധി എന്ന് പറഞ്ഞ അനിശ്ചിതത്വങ്ങളെല്ലാം കൃത്യമായിട്ട് രൂപപ്പെടുന്നതാണെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ പിന്നിലൊരു സുനിശ്ചിത ദൈവ പദ്ധതി ഉണ്ടെന്നുള്ള വിചാരത്തിൽ ജന്മത്തിൽ അറ്റുപോകേണ്ട ജീവിതം 120 വർഷം കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യത്തിലൂടെ അനിശ്ചിതത്വത്തിൻ്റെ നടുവിലൊരു സുരക്ഷിത ദൈവ പദ്ധതിയുണ്ടെന്ന് രൂപപ്പെടുത്തുകയാണ്. നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സൗഭാഗ്യം, അതിൻ്റെ സുഖം ഇത് ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല. കരയേണ്ട സാഹചര്യം വരുമ്പോൾ കരഞ്ഞു, സ്ഥിരം കരയാനുള്ളതല്ല. അങ്ങനെ സ്ഥിരം കരയുന്നവരെയാണ് നമ്മൾ പറയുന്ന കരഞ്ഞുവാണ്. ചിരിക്കാനുള്ളതാണ്, ചിരിപ്പിക്കാനും ചിരിക്കാനും ഉള്ളതാണ്. എന്നോടൊരാൾ വൈദികരായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു തന്നൊരു ഉപദേശം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സ്വഭാവത്തെ തന്നെ, എൻ്റെ സംസാര രീതിയെ തന്നെ മാറ്റിയൊരു വാക്കാണ്. അച്ഛാ, നിങ്ങളൊക്കെ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ, ഒരു അപകടം വന്ന് കിടന്ന ഒരാളാണ്, കുറേ നാൾ മരണാസന്നനായി കിടന്നയാളാണ്. നിങ്ങൾ രോഗിയെ കാണാൻ പോകുമ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് വലിയ ഗൗരവത്തോടും വലിയ ദയാവായ്പോടും കൂടെ വിശേഷം തിരക്കുന്നതൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ 2 വാക്ക് ചിരിക്കാൻ കൊള്ളുന്നതാ. അതൊന്നും മറക്കാൻ പറ്റുന്ന 2 വാക്യങ്ങൾ അച്ഛൻ്റെ നാവിൽ നിന്ന് വന്നാൽ അവിടെയാണച്ഛാ അച്ഛൻ വന്നതിൻ്റെ പ്രയോജനം ഞങ്ങൾക്കുണ്ട്. പ്രാർത്ഥിക്കുന്ന അച്ഛൻ രണ്ടാമത് അങ്ങനെ ഈ വലിയൊരു ആത്മീയ ദർശനമുള്ള ആളൊന്നും അല്ല. പള്ളി എല്ലാക്കാരും സഹകരിക്കുന്നത് പ്രാർത്ഥിച്ച് ആശ്വാസ സൗഖ്യം അതുമാത്രമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അച്ഛൻ്റെ 2 വാക്കുകൊണ്ട് എൻ്റെ മനപ്രയാസത്തെ 2 നിമിഷത്തേക്കെങ്കിലും ഒന്ന് മറക്കുവാൻ പര്യാപ്തമായ സ്ഥിതി. ഇതങ്ങ് എന്നിട്ട് താടിക്ക് കൈയും കൊടുത്തിട്ട് നിൽക്കും. നമ്മൾ ചെല്ലുന്നത് കൊണ്ട് തന്നെ രോഗിയുടെ ആയുസ് കുറയും. പോകാതിരിക്കാവോ? ഈ അസുഖം വന്നയാൾ ഇപ്പം പിന്നെ പോവുകയോ വേണ്ടല്ലോ. എന്നെ അസുഖമെന്നറിയാത്തത് കൊണ്ട് ആ പരിപാടിയൊക്കെ നമ്മൾ നിർത്തി. 1 നിമിഷത്തേക്കെങ്കിലും ഒരാൾക്ക് അവൻ്റെ ദുഃഖം മറക്കുവാനുള്ള സാഹചര്യം രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ കഴിവാണെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. രോഗിയായി കിടന്നയാൾ പറയും. ഞാനവിടെ ചെന്ന് ദയാവായ്പോടെ വളരെ സഹതാപ ചിന്തയിൽ അവിടെ പോയി നിന്നിട്ട് തിരിച്ചു വരുന്നത് കൊണ്ട് അയാൾക്കൊരു പ്രയോജനവും ഇല്ല പോലും. അതുകൊണ്ടാണ് നമ്മളോടൊന്നും ആരും രോഗവിവരം പറയാത്തത്. ചത്ത് കഴിയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ക്യാൻസർ ആയിരുന്നല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല. എങ്ങനെ നിന്നെ അറിയിക്കും? മറക്കാനുള്ളതാണ്. ഈ ആയുസ്സിൻ്റെ വേദനകളെ മറന്നിട്ട്, ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ അവഗണിച്ചിട്ട് ആയുസ് മുന്നോട്ട് കൊണ്ടു നടക്കുവാനുള്ള ദൈവം വെച്ചു നീട്ടിയ നിമിഷം വരെ ഇത് കൊണ്ടു നടക്കാനുള്ള കൃപയും ശക്തിയും കഴിവും പ്രാഗൽഭ്യവും ആർജിക്കുകയാണ് വേണ്ടത്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു മനുഷ്യൻ, 86 വയസ്സുണ്ട്, ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്.
ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ചിലപ്പം ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാവും. വളരെ അപ്രതീക്ഷിതമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്രതീക്ഷിതം എന്നൊരു വാക്ക് പറയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ഒരു സുന്ദരനായ അപ്പച്ചൻ. സുന്ദരൻ എന്ന് ഞാൻ പറഞ്ഞത് കാഴ്ചയിൽ അദ്ദേഹം സുന്ദരനാണ് മാത്രമല്ല, വളരെ സജീവമാണ്. ഞാൻ തോറ്റുപോകും, അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ വർഷം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം ബാംഗ്ലൂർക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു, ചെന്നൈക്കും. അത്യപാരം. ഒരസുഖമില്ല, ഒരു രോഗമില്ല. അദ്ദേഹത്തിന് മക്കളെല്ലാം വിവാഹിതരായി ഐക്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ കഴിയുകയാണ്. എനിക്കുണ്ടായിരുന്നു എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് വന്ന് ഈ ആളെ ഒന്ന് കാണിക്കണമെന്ന്. 86-ാം വയസ്സിലും നിറഞ്ഞ തുടിക്കുന്ന പ്രസരിപ്പോടുകൂടെ ജീവിക്കുകയാണ്, ആസ്വദിക്കുകയാണ് ജീവിതം. അത് കഴിഞ്ഞ് വീണ്ടും 6 മാസം കഴിഞ്ഞ് ഞാൻ കഞ്ഞിക്കുഴി പാസ് ചെയ്യുമ്പോൾ അദ്ദേഹം കാറ് നിർത്തിയിട്ട് ജിമാർട്ടിലേക്ക് സാധനം മേടിക്കാൻ കയറുന്നത് ഞാൻ കാണുകയുണ്ട്. ആരുമില്ല ഹെൽപ്പിന്. മറ്റേത് കാറിൽ ഇരുന്നിട്ട് ഒരു 65 കഴിഞ്ഞ കാറിലിരുന്നിട്ട് ആളെ വിടുകയാണ്, പോയി മേടിച്ച് ഇറങ്ങി കയറാനുള്ള പാടേ. അസുഖമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ജീവിതം ആനന്ദകരമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. എന്നിട്ട് അസുഖം വന്ന് തളർന്ന് തകർന്ന് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നിലവിളിക്കുക, കുറച്ച് ദിവസം കൂടെ നീട്ടിക്കിട്ടണം അവർ വരാൻ. എന്തൊക്കെ കാര്യത്തിനാ? നടക്കാൻ കിട്ടിയ കാലത്ത് ജീവിതം മടുത്തു എന്ന് പറഞ്ഞവൻ ICUവിലും വെന്റിലേറ്ററിലും കിടന്നോട്ട് ജീവിതം നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ്. ഒരു 24 വയസ്സുകാരൻ പയ്യൻ, ഒരു കുടുംബത്തിലെ ഏക മകനാണ്, ഒരു മകനും മകളും അതിൽ മകനാണ്. അപ്പൻ വലിയ പ്രതിസന്ധികളിലൊക്കെ കടന്നുപോയ ആളാണ്. പ്രതീക്ഷ ഈ മകനിലായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു, മകൻ അബോധാവസ്ഥയിലായി, വെന്റിലേറ്ററിലാണ്. 6-7 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞ് എനിക്ക് ഈ മനുഷ്യനോടുള്ള അടുപ്പം വെച്ച് എല്ലാ ദിവസവും ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വെന്റിലേറ്റർ മാറ്റുവാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിച്ചു തരണം. രാത്രി ഒരു 12-1 മണിയായപ്പോൾ കാരിത്താസ് ആശുപത്രി കോമ്പൗണ്ടിലൂടെ ഈ മനുഷ്യനെയും കൊണ്ട് ഞാനൊരു 2 ചുറ്റ് നടന്നു. ഒരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ അധരങ്ങൾ വിറയ്ക്കുകയാണ്. അവിടെ എങ്ങനെ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കും? അദ്ദേഹം ഓരോ ദിവസവും ഞാൻ ചെല്ലുമ്പോൾ, ഇന്ന് മാറ്റമുണ്ടച്ച, ഒരു മാറ്റവും ഇല്ല, പ്രതീക്ഷകൾ പറയുകയാണ്. ആ 2ാമത്തെ ചുറ്റ് നടന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞൊപ്പിച്ചു, വെന്റിലേറ്റർ മാറ്റണമെന്ന്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ എല്ലാ പ്രതീക്ഷയും തീരുമല്ലേ അച്ഛൻ? ആ ശവസംസ്കാരമൊക്കെ നടത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാം. തികച്ചും യാന്ത്രികമായി പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ സൂചിപ്പിച്ചത് 24 വയസ്സുകാരൻ, അവനൊന്ന് ജീവിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണുനീര്, അത് രക്തമാണോ കണ്ണിൽ കൂടെ ഒഴുകിയതെന്നറിയാൻ പാടില്ലാത്ത വണ്ണം അത്ര ഭീകര അന്തരീക്ഷത്തിൻ്റെ നടുവിൽ നടക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളവൻ ജീവിതം മടുത്തു എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം എത്ര ഖേദകരമാണ്. 3-ാം വയസ്സിൽ 3-ാം മാസം ചാകേണ്ട നിന്നെ, അമ്മയുടെ ഉദരത്തിൽ നിന്നിറങ്ങുമ്പോൾ കൊല്ലപ്പെടേണ്ട നിന്നെ 120 കൊണ്ട് നടക്കുന്ന ദൈവ പദ്ധതി തിരിച്ചറിയാതെ പോയതിൻ്റെ പ്രതിഫലനമല്ലേ അത്? നമുക്കൊന്ന് പറയാം, മടുത്തില്ല ജീവിതം, ദൈവം തരുന്നത്ര എനിക്ക് ജീവിക്കണം, ആനന്ദത്തോടെ ജീവിക്കണം. വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, സാമ്പത്തിക, എനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയോ. ഈ 9-ാം മൈലിൽ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കാണാനായിട്ട് പോയി. ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഒരു വോൾവോ ബസ് ഇടിച്ച് തലയ്ക്ക് കാര്യമായ ക്ഷത സംഭവിച്ച് 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിച്ച് 2 വർഷമായിട്ട് അവൻ്റെ ബ്രെയിൻ എടുത്ത് വയറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തല അതിൻ്റെ പ്രയാസങ്ങൾ മാറിയിട്ട് തിരിച്ച് തലയ്ക്കകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ എടുത്ത് വയറ്റിൽ വെച്ചിരിക്കും. അവൻ്റെ അമ്മ സംസാരശേഷിയും കേൾവിശക്തിയില്ലാത്തയാളാണ്, കേൾക്കാനും പറയാനും മേല. അവൻ്റെ വല്യമ്മയാണ് ആ വീട്ടിലെ കാര്യങ്ങൾ ജോലി ചെയ്ത്, കൂലിവേല ചെയ്ത്, വീട്ടുവേല ചെയ്ത് നിവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ മരിച്ചു 3 മാസം മുമ്പ്. അങ്ങനത്തെ പശ്ചാത്തലത്തിലാണ് ഒരാൾ ബന്ധപ്പെടുവാനിടയായത്.
ഞാൻ കാണാൻ ചെല്ലുമ്പോൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കേണ്ട വീടാണ്, വരുമാനമൊന്നുമില്ല. ആ സ്ത്രീക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല. അവരോട് ആശയവിനിമയം നടത്തണമെങ്കിൽ അയൽവക്കത്ത് നിന്ന് ഇവർ ഇതറിയാവുന്ന ആരെങ്കിലും വന്ന് സംസാരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് ഞാൻ അവർ പറയുന്നതെല്ലാം കേൾക്കാം, റെസ്പോണ്ട് ചെയ്യും. പക്ഷെ അവനും സംസാരശേഷിയില്ല, സംസാരിക്കാനൊക്കില്ല. നിനക്ക് എന്താ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചോ, പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. അവൻ പറയാ ഒന്നും വേണ്ട എനിക്ക്, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉള്ളിൽ പേറിക്കൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ പറയാണ്, ഇതൊരു നിസ്സംഗഭാവമല്ലേ, എല്ലാം തകർന്നവൻ്റെ ഒരു ഭാവമല്ലേ. അവൻ്റെ ചിരി വഴിയെ അവൻ്റെ മുറ്റത്തുകൂടെയാണ് അയൽവക്കംകാർ അടുത്ത വീട്ടിലേക്ക്. അവിടെ മതിലൊന്നുമില്ല, മതിലും ഗേറ്റും ഒന്നും വെക്കാൻ പറ്റിയ സ്ഥിതിയൊന്നുമല്ല. അങ്ങനെ യാത്ര ചെയ്യുന്നിടത്ത് ഇവനെ ഒന്ന് വിളിച്ചിട്ടും ഇവനൊന്ന് കൈപൊക്കി ചിരിച്ച് ഒരു സന്തോഷം പ്രകടിപ്പിച്ചിട്ട് അവർ പോകാറുള്ളൂ, ഇവൻ വിടാറുള്ളൂ. അവരെല്ലാം അവൻ്റെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും എല്ലാം അവൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അവൻ സന്തോഷത്തോടെ ജീവിക്കുക, അവൻ ചിരിക്കുകയാണ്, അവൻ ചിരിപ്പിക്കുക. അവൻ്റെ അടുത്ത് എന്നാൽ നമ്മളും മറ്റൊരു മാനസികാവസ്ഥയിൽ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ്റെ അടുത്ത് എന്നാൽ നമ്മളും ചിരിച്ചിട്ട് സന്തോഷിച്ചിട്ട് പോരുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളെ, മടുത്തു എന്ന് പറയുകയാണ് ഞാൻ, അവസാനിപ്പിച്ചാൽ മതി ജീവിതം എന്ന് പറയുകയാണ് ഞാൻ. ഇതിൻ്റെ പിന്നിൽ ഞാൻ അനുഭവിക്കുന്ന അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ ഒരു ദൈവീക സുനിശ്ചിത പദ്ധതിയും ലക്ഷ്യവുമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിവേകമില്ലാത്തവനായി, തിരിച്ചറിവില്ലാത്തവനായി പോയല്ലോ ഞാനെന്നുള്ള ചിന്തയാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യം ദൈവത്തിൻ്റെ കൃപയാണ്. ജീവൻ ദൈവം തന്ന ഏറ്റവും വലിയ ദാനം, അത് സംരക്ഷിക്കപ്പെടുന്നതാണ് ആയുസ് അല്ലെങ്കിൽ ജീവിതം. അതിൻ്റെ ദൈർഘ്യം ദൈവത്തിൻ്റെ കൃപയാണ്. ജന്മത്തിൽ അറ്റുപോകേണ്ടവൻ 120 വയസ്സ്. 2, ഈ അനിശ്ചിതത്വങ്ങളെ ദൈവം വഴിമാറ്റുന്ന മനോഹരമായ രീതി. അതിൻ്റെ രണ്ടാമത്തെ ശൈലി എന്ന് പറയുന്നത് കൊല്ലണമെന്നുള്ള ഉത്തരവ് കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആണായിട്ട് പിറക്കുന്നവനെ കൊന്നു കളയണമെന്നുള്ള ഉത്തരവ് കൊട്ടാരത്തിൻ്റെയാണ്, രാജാവിൻ്റെയാണ്. ആ ഉത്തരവ് പുറപ്പെട്ട ഇടത്താണ് അവന് സംരക്ഷണം ഒരുക്കുന്നത്. ആ ഉത്തരവിറക്കിയവൻ്റെ പാദാരവിന്ദങ്ങളിൽ ഇരുന്നു കൊണ്ട് ബാല്യം അഭ്യസിക്കുവാനുള്ള മഹാഭാഗ്യം അല്ല മഹാത്ഭുതം തമ്പുരാൻ രൂപപ്പെടുത്തുകയാണ്. കൊല്ലാൻ തീരുമാനിച്ചവൻ്റെ കരങ്ങളിൽ വളർത്താൻ ഇത് പഠിച്ചു നേടാൻ ഒക്കുന്നതാണോ? ഇത് കഴിവുകൊണ്ട് നേടാൻ ഒക്കും? നമുക്കൊരു വിചാരമുണ്ട്, നന്നായിട്ട് പഠിച്ചാൽ നേടാം. പഠിച്ച് നേടാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഴിവുകൊണ്ട് നേടാം, അതും നേടാം. പക്ഷേ പഠനം കൊണ്ടും കഴിവുകൊണ്ടും നമുക്കെത്തിപ്പെടാനൊക്കാത്ത മേഖലകളിൽ നഴ്സിംഗ് പഠിച്ചവർ ബാങ്കിൽ ജോലി ചെയ്യുന്നു, കൊമേഴ്സ് പഠിച്ചവൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തിടത്ത് ജോലി ചെയ്യുന്നു. അവൻ പഠിച്ച വിഷയം എത്ര അതിൽ മികവുറ്റതാണെങ്കിലും അതിൽ തന്നെ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടണമെന്നില്ല. ഒരു വൈരുദ്ധ്യം പറഞ്ഞു പോയതാണ്. രാജകൊട്ടാരത്തിൽ അവനെ കൊല്ലുവാൻ മൂർച്ച കൂട്ടിയ വാളിൻ്റെ നടുവിലിരുന്നു കൊണ്ട് ബാല്യവും യൗവനവും ഒക്കെ പിന്നിടുവാനുള്ള മഹാഭാഗ്യം തമ്പുരാൻ ഒരുക്കിയതല്ലേ. ഈ തിരസ്കരിക്കുന്നവരുടെ ഇടയിൽ തന്നെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമല്ലേ. ആരാണോ തിരസ്കരിക്കുന്നത് അവർ തന്നെ, മുമ്പ് യൗസേപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, തിരസ്കരിച്ചവർ വന്ന് കൈകൂപ്പി നിൽക്കുന്ന ഒരവസ്ഥ. അടിമത്വത്തിൻ്റെ നെടുവീർപ്പിൽ കഴിഞ്ഞ 400 വർഷത്തിലധികമായി എബ്രായ സമൂഹം കഴിഞ്ഞുകൂടുമ്പോൾ അവരുടെ ഇടയിൽ ഒരുത്തൻ രാജകൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ വളരുന്ന അത്ഭുതം. എസ്തേറിൻ്റെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പറയാവുന്നതാണ്. അടിമത്വത്തിൽ കഴിയുന്ന ഒരു പെങ്കൊച്ച് സൗന്ദര്യം എന്ന ഒറ്റ അനുഗ്രഹത്തിൻ്റെ പേര്, സൗന്ദര്യം ദൈവത്തിൻ്റെ ദാനമാണ്, അനുഗ്രഹമാണ് എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ, കഴിവല്ല. സൗന്ദര്യത്തിൻ്റെ പേരിൽ അവൾ രാജകൊട്ടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്.
അവളുടെ അനാഥത്വത്തിൻ്റെ നടുവിൽ വളർത്തിയ മോർദെഖായി അടിമയാണ്. എന്നാൽ വളർത്തപ്പെട്ട എസ്തേർ രാജകൊട്ടാരത്തിൽ പരമസ്വതന്ത്രയാണ്. എന്തൊരു അനിശ്ചിതത്വമാണ്! അവൾ രാജകൊട്ടാരത്തിൽ, ബാക്കിയുള്ളവർ അടിമകളായിട്ട്, അവളെ സ്നേഹിച്ചവരും അവളെ വളർത്തിയവരും എല്ലാം അടിമകളായിട്ട്. ഇതുപോലെയാണ് കൊല്ലുവാൻ ഒരുക്കപ്പെട്ട വാളിൻ്റെ നടുവിൽ സുരക്ഷിതത്വം ഒരുക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതി ഈ അനിശ്ചിതത്വത്തിൻ്റെ രണ്ടാം പാദമായി നാം ഏറ്റുവാങ്ങേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ ഒരുങ്ങുന്നവരിൽ തന്നെ സംരക്ഷണം ഒരുക്കുന്ന, നമുക്കെതിരായി നിൽക്കുന്നവരുടെ ഇടയിൽ തന്നെ നമുക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന, നമുക്ക് വേദനകളും ദുഃഖങ്ങളും വെച്ചു നീട്ടുവാൻ വെമ്പൽ കൊള്ളുന്നവർ തന്നെ നമ്മെ അംഗീകരിക്കുവാൻ നിർബന്ധിതരാകുന്ന സ്ഥിതി, സാഹചര്യം രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നല്ലേ ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. എഴുതി തള്ളപ്പെട്ടവനായ ദാവീദിനെയല്ലേ ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് ശൗൽ 1000 കൊന്നപ്പോൾ ഒന്നിനും കൊള്ളുകയില്ലാത്തവൻ 10,000 കൊന്നുവെന്ന് ഇസ്രായേൽ കന്യകമാരെ കൊണ്ട് പാടിച്ചത്. വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ തിരസ്കരിക്കപ്പെടലിൻ്റെ സാഹചര്യത്തെ അംഗീകാരത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും സാഹചര്യങ്ങളാക്കി രൂപപ്പെടുത്തുന്ന ദൈവപദ്ധതി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അത് ഭവനം മുതൽ, വീടിൻ്റെ അന്തരീക്ഷം മുതൽ തുടങ്ങുന്നതാണ്. സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. തിരസ്കരണത്തെ അംഗീകാരത്തിൻ്റെ മേഖലയാക്കി മാറ്റുകയാണ്. ഇവൻ 40 വർഷം ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ സുഖമായി കഴിയുവാനുള്ള സാഹചര്യം ദൈവം തമ്പുരാൻ ഒരുക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മിസ്രയീമിൻ്റെ സകല ജ്ഞാനവും നിറഞ്ഞു എന്നാണ് എബ്രായ ലേഖനത്തിൽ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവം ഒരുക്കുന്ന സുരക്ഷിതത്വം, നമ്മൾ കണ്ടെത്തുന്ന കുറേ സുരക്ഷിതത്വങ്ങളുണ്ട്. നമ്മളൊരു വീട് പണിത് അതിൽ സുരക്ഷിതത്വം കാണും. നമ്മൾ സാമ്പത്തിക സൗകര്യം കണ്ട് അതിൽ സുരക്ഷിതത്വം കാണും. നമ്മൾ ആരോഗ്യപരമായ ചെക്കപ്പൊക്കെ നടത്തി അതിൽ സുരക്ഷിതത്വം കാണും. ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന സുരക്ഷിതത്വത്തിൻ്റെ കുറേ ഭാവങ്ങളുണ്ട്, കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ ദൈവം ഒരുക്കുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതിൽ നിന്ന് രൂപമാറ്റം സംഭവിക്കുന്ന സുരക്ഷിതത്വ സംവിധാനമാണ് തമ്പുരാൻ ഒരുക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു രാജകുമാരനെ പോലെ വളരുന്ന ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ അമ്മ കടന്നു വരികയാണ്. അവൻ ആരാണെന്ന് ഓർമ്മപ്പെടുത്താനുള്ള വരവാണത്. രക്ഷപ്പെടുത്തിയത് ദൈവമാണെങ്കിലും സുരക്ഷിതത്വം ഒരുക്കിയത് രാജകൊട്ടാരത്തിലാണെങ്കിലും പലപ്പോഴും നാം രാജകൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ കുറേ നാൾ ഇങ്ങനെ ഇടപെട്ടത് ആസ്വദിച്ച് കഴിയുമ്പോൾ, ഇപ്പം എല്ലാ വീട്ടിലും കറണ്ടുണ്ടല്ലോ, കറണ്ടൊന്ന് പോയാൽ എന്തൊരു പ്രശ്നമാണ്. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ആ ഫോണൊന്ന് എടുക്കാതെ വന്നാൽ ഏതാണ്ട് പത്മോസ് ദ്വീപിൽ കൊണ്ട് നാട് കടത്തിയ പോലെ ഒറ്റപ്പെട്ടു പോയൊരു തോന്നലാണ്. ചില സൗകര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അതില്ലെങ്കിൽ തീർന്നു എന്ന വിചാരം. ഇവിടെ രാജകൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ വളരുവാൻ തുടങ്ങുന്നവൻ്റെ കാതിൽ നീ ഒരു അടിമയാണെന്ന് ഓർത്തോണം, നീ ഒരു എബ്രായനാണെന്ന് ഓർത്തോണമെന്നുള്ള എബ്രായ പൗരുഷത്തിൻ്റെ ഓർമ്മ അറിവ് പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് തമ്പുരാൻ വീണ്ടും ഒരുക്കുന്ന അനിശ്ചിതത്വം അവൻ്റെ അമ്മയുടെ മാർവിലേക്ക്, മടികളിലേക്ക് അവനെ തിരികെ കൊണ്ടുവരികയാണ്. അത് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ആ കൂട്ടത്തിൽ അവൻ്റെ സ്വത്വം, അവൻ ആരാണെന്ന്, അവൻ്റെ കുലമെന്താണെന്ന് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മയോട് ചേർന്നിരുന്നറിയേണ്ട ഒരു സ്വത്വരൂപമുണ്ടാകും. അമ്മയോട് ചേർന്നിരുന്ന് അപ്പനോടും അമ്മയോടും ചേർന്നിരുന്ന് പഠിക്കേണ്ട ബാല്യത്തിൻ്റെ ചില വ്യക്തതകളുണ്ട്. അവനവനെ കുറിച്ചുള്ള താൻ ആരാണ്, എന്താണ്, എങ്ങനെ ഇവിടെ എത്തി, ഏതാണ് തൻ്റെ കുലം
എന്താണ്? തൻ്റെ വീട്ടിൽ വളർന്നാൽ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അത് കിട്ടും. എന്നാൽ അത് കൊട്ടാരത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ദൈവം ഉന്തിവിടുകയാണ് ഇവൻ്റെ അമ്മയെ അവന് പാല് കൊടുക്കാൻ. പാല് കൊടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരീരത്തിൻ്റെ മാത്രമല്ല, ചില അവബോധങ്ങളും കൂടെ നൽകുകയാണ്. കാതിൽ ചൊല്ലിക്കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സ്വാതന്ത്ര്യത്തോടെ കിട്ടുന്ന നാളുകളിൽ നാം പകർന്നു നൽകുന്ന ചില ബോധങ്ങൾ, അതാണ് ഒരാളുടെ ആജീവനാന്ത കാലഘട്ടത്തിൽ അവരെ നയിക്കുന്ന കുലത്തെക്കുറിച്ചുള്ള അവബോധം, അഭിമാനബോധം. അമ്മ പാല് കൊടുത്തുകൂടെ പറഞ്ഞു, ഓർത്തോണം നീ ഒരു എബ്രായനാണ്. വേദപുസ്തകത്തിലില്ല. നീ ഒരു എബ്രായനാണ്. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന, ഈ കൊട്ടാരത്തിന് ചുറ്റുമായി വേദനിക്കുന്ന, നെടുവീർപ്പൊഴുക്കുന്ന, സ്വന്തം ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ട് മറ്റൊരുത്തിൻ്റെ മുമ്പിൽ ജീവനും ജീവിതവും ഹോമിക്കേണ്ടി വരുന്ന അനേക ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് നിന്റെ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശം. അതൊരു ഭയങ്കര പഠിപ്പിക്കലാണ്. ഞാൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചത് ഇവർക്ക് വേണ്ടിയാണെന്ന അമ്മ പറയുക. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞു, ഇതിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ഇതിനായിട്ടല്ലോ നിന്റെ ജനത്തിൻ്റെ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഈ അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ ദൈവം ഒരുക്കുന്ന പദ്ധതിയിൽ സുരക്ഷിതനാകുന്ന മനുഷ്യൻ്റെ ചുമതല അവൻ പ്രതിനിധാനം ചെയ്യുന്ന ജനത്തെ കൂടെ സ്മരിക്കുക എന്നുള്ള, അതൊരു ഔദാര്യമൊന്നുമല്ല. ഈ ജനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നീ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുക. ആയുസ്സിനെ 120 ദൈവത്തിൻ്റെ അനിശ്ചിതത്വവും സുനിശ്ചിതത്വവും പ്രദാനം ചെയ്യുന്ന വഴികൾ. നമ്മുടെ അനിശ്ചിതത്വം ദൈവത്തിൻ്റെ സുനിശ്ചിതത്വം അന്നാ ഞാൻ പറഞ്ഞു. 2, കൊല്ലാൻ വേണ്ടി മൂർച്ച കൂട്ടപ്പെട്ട വാളിൻ്റെ നടുവിൽ, അതിൻ്റെ കീഴിൽ അവനെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്ന ദൈവപദ്ധതി. നമുക്കൊക്കെ ഒരുക്കിയ സുരക്ഷിതത്വവും തണലും സംരക്ഷണമൊക്കെ ഒന്ന് ധ്യാനിക്കുന്ന നല്ലതാണ്. ഈ ജന്മദിനങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഓർക്കണം, ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ എത്ര ആളുകളുടെ സ്വാധീനമാണ്, എത്ര ഇടങ്ങളിലാണ് ദൈവം എനിക്ക് തണലേകിയത്, സുരക്ഷിതത്വം സമാധാനവും ഒക്കെ തന്നത്. അങ്ങനെയൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. എത്ര ആളുകൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, എന്തുമാത്രം കടപ്പാടുകളാണ്. വാളിൻ്റെ കീഴിൽ അവനെ സുരക്ഷിതമായി പാലിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുക്കിയ സുരക്ഷിതത്വത്തിൻ്റെ സന്നിധാനങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കും. 3 എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അടുത്ത അനിശ്ചിതത്വമാണ്. എന്നാൽ കൊട്ടാരത്തിലങ്ങ് സുഖിച്ച് ജീവിച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പറയല്ലേ, ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ന് പറയുന്നൊരു പതിവ് നമുക്കുണ്ട്. ചില ആളുകളുടെ മരണമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും, ഒന്ന് ജീവിക്കാൻ, വീടൊക്കെ വെച്ചൊന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം അവരെ കൊണ്ടുപോയത്. ഇതുപോലെയാണ് 40 വയസ്സ്, 120ൻ്റെ 40 എന്ന് പറയുന്ന യൗവന കാലഘട്ടമാണ്, 3 വിഭജിച്ചാൽ. ആ കാലഘട്ടത്തിൽ കൊട്ടാരത്തിൻ്റെ സുഖവും സന്തോഷവും അതനുഭവിച്ചു എന്നൊന്നും വിശദീകരിക്കാൻ വേദപുസ്തകത്തിൽ പര്യാപ്തമായ വാക്കുകളില്ല. അല്ലെങ്കിൽ ദാനിയേലിനെ പോലെ കൊട്ടാരത്തിൻ്റെ സുഖം വേണ്ട, ഞാൻ എബ്രായൻ കഴിക്കുന്നത് കഴിച്ച് ജീവിച്ചോളാമെന്ന് പറയണം, അങ്ങനെ പറയാനൊക്കില്ല. കാരണം ഇവൻ അടിമയാണെന്ന് തിരിച്ചറിയും. ദാനിയേലിന് പറയാം, കാരണം അവൻ പ്രവാസിയായിട്ടാണ്, യഹൂദനായിരിക്കെ പ്രവാസിയായിട്ടാണ് അവൻ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ, കൊട്ടാരത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ നിൽക്കുന്നവൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് ചാടാനുള്ള അവസരം തമ്പുരാൻ ഒരുക്കുകയാണ്. കഥ നിങ്ങൾക്കറിയാമല്ലോ. എബ്രായ മിസ്രയീം സംഘടനത്തിൽ എബ്രായന് വേണ്ടി അവൻ നിന്നു, മിസ്രയീമ്യൻ കൊല്ലപ്പെട്ടു. പിറ്റേന്ന് എബ്രായനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ ചെന്ന്, എന്തിനാ വഴക്ക്, നമ്മളെല്ലാം ഇതുപോലെയല്ലേ എന്ന് ഇത്രയും ചോദിച്ചേ ഉള്ളൂ. എബ്രാഹിം ചോദിച്ചതാണ്, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കിയത് ആരാണ്? അല്ലെങ്കിലും ഈ
സ്വന്തക്കാരുടെ ഇടയിൽ നന്മ ചെയ്യാൻ പോയാൽ വരുന്ന പ്രശ്നം പോട്ടെ. കൊട്ടാരത്തിൽ നിന്ന് മോശ പുറത്ത് കടക്കാനുള്ള സംവിധാനം ഒരുക്കിയത് ഈ ദൈവാന്നേ. അപ്പോൾ കൊട്ടാര ജീവിതം എന്ന് പറയുന്ന ഒരു താൽക്കാലികമാണ്. നമ്മുടെ എല്ലാ സുഖങ്ങൾക്കും ഒരു താൽക്കാലികതയുണ്ട്, ദുഃഖത്തിനുമുണ്ട്. വന്നു പോകുന്നത് പോലെയാണ്, അതിഥികളെ പോലെയാണ്. കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് മോശയെ പുറത്ത് ചാടിക്കുമ്പോൾ എന്തിനെന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ട്. എന്തിന് ഇവനോടിങ്ങനെ? മരിച്ചു എന്ന് വിചാരിച്ചെടുത്ത് ഇന്ന് ഈ കൊട്ടാരത്തെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവിടെ ഒന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് എടുത്തു മാറ്റി എടുത്തെറിയുകയാണ്. ഈ റബ്ബർ പന്ത് പോലെ എടുത്തെറിയുക. എങ്ങോട്ടാന്നാ പോട്ടെ. എന്തൊരു അനിശ്ചിതത്വമാണ് കൊട്ടാരത്തിൽ നിന്നിറങ്ങുന്ന മോശയുടെ മുമ്പിലുള്ളത്. ആരാണ് അവന് മാർഗദർശനം കൊടുക്കാനുള്ളത്? ആരാണ് അവനെ സ്വീകരിക്കാനുള്ളത്? ആരാണ് അവനോട് കരുണ കാണിക്കാനുള്ളത്? അങ്ങ് പോവല്ലേ മിദ്യാനിലേക്ക്, സ്ഥലം വിട്ടു പോവുകയാണ്. ഇതൊരു അനിശ്ചിതത്വമാണ്. സുഖങ്ങളുടെ നടുവിൽ നിന്ന് ചിലപ്പോഴൊക്കെ നമ്മളെ ഇറക്കി വിടുന്ന ദൈവം, നാം കണ്ടെത്തിയ സ്വസ്ഥതയുടെ നടുവിൽ നിന്ന് അത് തകർത്തിട്ട് അതില്ലായ്മ ചെയ്തിട്ട് വെറുതെ ഇറക്കി വിടുന്ന, വെറുതെ പുറത്തേക്ക് ഇറങ്ങുന്ന, ഒന്നുമില്ലാത്ത മരുഭൂമിയിലേക്ക്, ശൂന്യതയിലേക്ക്, വല്ലായ്മയിലേക്ക് ഇറക്കി വിടുന്ന ഒരു ദൈവപദ്ധതി. അനിശ്ചിതത്വമാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു സുരക്ഷിതത്വമുണ്ടെന്ന് തൽക്കാലം നമുക്കങ്ങ് വിശ്വസിക്കാം. അതും ഒരു 40 വർഷമാണ്. പഴിക്കാനും പിറുപിറുക്കാനും ദൈവത്തെ തിരസ്കരിക്കാനും തള്ളിപ്പറയാനും ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു 40 വർഷം. അമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ നീ ഫറവോന്റെ വാളിന് കൊല്ലപ്പെടേണ്ട എബ്രായ സന്തതിയാണ്, നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 40 വർഷമായി ഉള്ളിൽ അടങ്ങാത്ത അഭിനിവേശത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്ത് കഴിഞ്ഞുകൂടിയവൻ 40-ാം വർഷത്തിൽ കൊട്ടാരത്തിൽ നിന്നിറങ്ങിപ്പോകുമ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. അത് പിറുപിറുപ്പിൻ്റെ ആകാം, സങ്കടത്തിൻ്റെയും നിരാശയുടെയൊക്കെ. ഒന്നും പറയുന്നില്ല തിരുവചനം, നമ്മളെ വെച്ചുകൊണ്ട് ഞാൻ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുരിതപൂർണമായ 40 അടുത്ത് വരിക. എൻ്റെ നിങ്ങളുടെയൊക്കെ നടുവിൽ ഇപ്പോൾ ഒരുപക്ഷെ നാം കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിലാകാം, അല്ലെങ്കിൽ ദുരിതപൂർണമായ 2-ാം 40-ൻ്റെ ഘട്ടത്തിലാകാം. കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു അടിമയാണ്. ഞാൻ ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത് അടിമത്വത്തിൻ്റെ വീർപ്പുമുട്ടലിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. എന്നെ ദൈവം ഉയർത്തിയിരിക്കുന്നത് താഴ്ത്തപ്പെട്ടു പോയ ഒരു വിഭാഗത്തിൻ്റെ സമാശ്വാസത്തിനാണ്. എനിക്ക് ദൈവം തന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല ഈ പ്രതിബദ്ധത. സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം, അത് 1000 എന്ന് പറഞ്ഞാലും തീരുന്നതല്ല. ഞാൻ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ കൊട്ടാരത്തിൽ വരാൻ ഒരിക്കലും കഴിയാതെ എൻ്റെ പൂർവികരായി രൂപപ്പെട്ട അടിമത്വത്തിൻ്റെ വേദനകളും പേറി കൊട്ടാരത്തിന് ചുറ്റും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കൊന്നും കൊടുക്കാത്ത സുഖം എനിക്ക് തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നീ കാണിക്കുന്ന എന്തൊരു നന്ദികേടാ. ചില സ്തോത്രങ്ങൾ പോലും നന്ദികേടാണ്. ചില സ്തോത്രങ്ങൾ പോലും അവരനോടുള്ള പ്രതിബദ്ധതയ്ക്ക് മറന്നുകൊണ്ടുള്ള ദൈവസന്നിധിയിലുള്ള വിചാരങ്ങളാണ്. എങ്ങനെ സ്തോത്രം പറയാനൊക്കും? ഞാനും ഒരാളും കൂടെ വാഹനത്തെ വരുമ്പോൾ, ഞാൻ വാഹനത്തിൽ ഒരു അപകടം സംഭവിച്ച് കിടക്കുമ്പോൾ മറ്റവൻ പള്ളിക്കകത്തേക്ക് കയറി അച്ഛൻ അപകടം വന്നപ്പോൾ എനിക്ക് വരുത്താത്ത ദൈവത്തിന് സ്തോത്രമെന്ന് ഞാനിപ്പോഴും വഴി കിടക്കുക പറഞ്ഞാൽ അതാണോ സ്തോത്രം? നോ. സ്തോത്രം പറയുന്നത് നിർത്തിയിട്ട് സ്തോത്രം പ്രവൃത്തി കൊണ്ടുവരാൻ നോക്കുക വേണ്ടേ? കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ കഴിയുമ്പോൾ എബ്രായനാണെന്ന് തിരിച്ചറിയുക. നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിലാണെങ്കിൽ നാം അറിയേണ്ടത് അതാണ്, ഒരു എബ്രായനാണെന്നുള്ള തിരിച്ചറിവ്. ഞാൻ എത്തിയ ഇടത്തെത്താൻ കഴിയാതെ പോയ ആളുകളാവണം നമ്മുടെ മനസ്സിൽ. ഞാൻ വളർന്നപ്പോൾ വളരാതെ പോയ ആളുകളായിരിക്കണം നമ്മുടെ ചിന്തയിൽ. ഞാൻ ഉയർന്നപ്പോൾ ഉയരാതെ പോയവരായിരിക്കണം നമ്മുടെ ധ്യാനം. ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുന്ന എൻ്റെ സമജീവികളെക്കുറിച്ചുള്ള ധാരണകൾ
നമ്മുടെ ഉറക്കം കെടുത്തണം. ഇതാ കൊട്ടാരത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വിചാരമില്ല മോശ കൊട്ടാരത്തിൽ സുഖത്തോടെ കഴിഞ്ഞുന്ന. കാരണം നമ്മൾ കഴിക്കാൻ ഭക്ഷണം എടുക്കുമ്പോൾ കഴിക്കാനില്ലാത്ത ഒരുത്തൻ നമ്മുടെ മനസ്സിൽ വന്ന് ഇറങ്ങുമോ? നമ്മൾ കിടക്കാനായിട്ട് എല്ലാ ബെഡൊക്കെ വിരിച്ച് സുരക്ഷിതമായി സ്വസ്ഥമായി കിടക്കുവാൻ ഫാൻ അല്ലെങ്കിൽ AC ഇട്ട് കിടക്കാനായിട്ട് പോകുമ്പോൾ കിടപ്പാടമില്ലാത്ത ഒരുത്തൻ്റെ ചുരുണ്ടുകൂടിയുള്ള കടത്തിണ്ണയിലെ കിടപ്പ് മനസ്സിലേക്ക് വന്നാൽ സമയമെടുക്കും ഉറങ്ങാൻ. വല്ലവൻ്റെയും വേദന നമ്മുടേതായിട്ട് മാറുകയാണ്. അവൻ കിടക്കുന്നിടത്തേക്ക് നമ്മുടെ ബെഡും നമ്മുടെ സംവിധാനവും ഒക്കെ അവൻ കിടക്കുന്ന ഇടമായി അല്പസമയത്തേക്കെങ്കിലും രൂപപ്പെടുകയാണ്. ഇതൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ കഴിയുമ്പോഴും എബ്രായനാണെന്നുള്ള ചിന്ത മറക്കണ്ട. കൊട്ടാരത്തിൽ നിന്ന് ഇവനെ വഴിമാറ്റി പുറത്തേക്ക് ഇറക്കുകയാണ്, വെളിയിലേക്ക് അനിശ്ചിതത്വങ്ങളുടെ നടുവിലേക്ക് ഇറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം കൊണ്ടു നടക്കുന്ന ജീവിതം. ഇതൊന്നും ദൈവം കാണാതെയല്ല. നമ്മുടെ പല പ്രാർത്ഥനകളിലും നമ്മുടെ സങ്കടം ഇതൊന്നും ദൈവം അറിയുന്നില്ല എന്നുള്ളതാണ്. അറിയാതെയല്ല, അവനാണ് ഇതിൻ്റെ കാരണം, അവനാണ് ഇതിൻ്റെ പിന്നിൽ, അവനാണ് ഇതിനെ രൂപപ്പെടുത്തുക. എല്ലാം അവൻ വഴിയാണ്. എൺപത് വയസ്സാകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കണം, അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇവരെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 40 വർഷം കാത്തിരിക്കേണ്ടി വരികയാണ്. അവിടെയാണ് നമ്മുടെ പരാജയം, അവിടെയാണ് നമ്മുടെ പ്രശ്നം, അവിടെയാണ് അത്രയും നാളും ഈ മാനസിക സമ്മർദ്ദത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ബുദ്ധിമുട്ടാണ്. 80-ാം വയസ്സിൽ മോശയെ ദൈവം വിളിച്ച് ജനത്തെ മേയിക്കാനായിട്ട്, ജനത്തെ വിടുവിക്കാനായിട്ട് ആക്കുകയാണ്. ഇവിടുത്തെ അനിശ്ചിതത്വം നോക്കിക്കേ. ഫറവോൻ്റെ കൽപ്പന, ആണായി പിറക്കുന്നതിനെ കൊല്ലണം. ആ കൽപ്പനയുടെ നടുവിലേക്കാണ് പിറവി. പിറന്നു വീഴുമ്പോൾ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ, തിരിച്ചൊന്നാലോചിച്ച്, ആമ്പിള്ളാരെ കൊല്ലണമെന്നുള്ള ഫറവോൻ്റെ കൽപ്പന ഇറങ്ങാത്ത സമയത്താണ് മോശ പിറക്കുന്നതെങ്കിൽ ഒരിക്കലും മോശ കൊട്ടാരത്തിൽ വളരത്തില്ല. ഒരിക്കലും മോശ കൊട്ടാരത്തിൻ്റെ അഭ്യസനം സ്വീകരിക്കത്തില്ല. ഒരിക്കലും മോശയ്ക്ക് ഒരു നേതാവായി വളരുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം മോശയെ സ്കൂളിൽ ചേർക്കാൻ, നമ്മളൊക്കെ പിള്ളേരെ സ്കൂളിൽ ചേർക്കുന്നത്, സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. മിസ്രയീമിലെ കൊട്ടാരത്തിൻ്റെ സംരക്ഷണം മാത്രമല്ല, അവിടുത്തെ അഭ്യസനം നടത്തുവാൻ വേണ്ടി ഏത് സ്കൂളിലാണ് മോശ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാനാണ്, ആ നിശ്ചയം യാഥാർത്ഥ്യമാക്കുവാനായിട്ടാണ് മോശയുടെ പിറവി അനിശ്ചിതത്വങ്ങളുടെ നടുവിലായത്. മോശ ജനിച്ച വീടിൻ്റെ തൊട്ടപ്പുറത്ത് പിറന്നവനും ഇപ്പുറത്ത് പിറന്നവനും കൊല്ലപ്പെട്ടപ്പോഴും മോശ കൊല്ലപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ കൃത്യതയാർന്ന ദൈവപദ്ധതി. 80-ാം വയസ്സിൽ മോശയെ വിളിക്കുമ്പോഴാണ് 40-ാം വയസ്സിലെ ദുരന്തത്തിൻ്റെ ആ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട സാഹചര്യത്തിൻ്റെ കാരണം അത് അപ്രതീക്ഷിതമല്ല, ആകസ്മികമല്ല എന്ന് തിരിച്ചറിയുന്നത് 80-ാമത്തെ വയസ്സിലാണ്. അവിടെയാണ് വിളി തുടങ്ങുന്നത്. ഞാനിങ്ങനെ ഓർക്കും, 80 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇവിടെ 80-കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വിചാരം, മുമ്പ് ആദ്യം ഞാൻ സൂചിപ്പിച്ചതാണ്, 55 കഴിഞ്ഞാൽ പിന്നെ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും സാധ്യമല്ല എന്ന് നമ്മളും സമൂഹവും തീരുമാനിക്കുന്നത്. റിട്ടയർമെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പല റിട്ടയർമെൻറ്റ് മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചിട്ടുണ്ടോ, എന്തോ ഒരു വൈകാരികമായ ഭാവമാണ് റിട്ടയർ ചെയ്യുന്ന ആളെക്കുറിച്ച്. ഇനി ടീച്ചർ എന്നാ ചെയ്യും, ഇനി സാർ എന്നാ ചെയ്യും എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന കാലമാണ് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന അവസരം. പ്രത്യേകിച്ച് വാർദ്ധക്യം, അനുഭവങ്ങളുടെ സമ്പത്ത്, ജീവിത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പാഠങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എത്ര പേർക്ക് മാർഗദർശനം കൊടുക്കുവാൻ, എത്ര ആളുകളെ സഹായിക്കുവാൻ, എത്ര പേർക്ക് സമാധാനം കൊടുക്കുവാൻ കണ്ടെത്തണം. നമ്മളെ ഏത് തരത്തിലാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കുക. 80 വയസ്സ് വരെ തിന്ന് കുടിച്ച് പഠിച്ച്
പരുപരുത്ത അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത. അപ്പോൾ ഒരു കാര്യം പ്രധാനമാണ്. ഇവിടെ മോശയുടെ പിറവി മുതൽ 80 വയസ്സ് വരെയുള്ള കാലത്തെക്കുറിച്ച് ഓർത്താൽ കൊട്ടാരത്തിലെ സുഖം അതല്ല ലക്ഷ്യം, അതൊരു വഴിയാണ്. യിത്രോവിൻ്റെ ആടുകളെ മേയിക്കുക അതല്ല ലക്ഷ്യം, അതും ഒരു വഴിയാണ്. എന്താ വഴിയും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം? ലക്ഷ്യത്തിലെത്താൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഇടങ്ങളാണ് വഴി. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഇടങ്ങളാണ് വഴി. നമ്മൾ പലപ്പോഴും വഴിയിൽ തന്നെ നിൽക്കുക. ചിലയിടത്തൊക്കെ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറും. കൂടെയുള്ളവർ അല്പം സ്ലോയിൽ ഭക്ഷണം കഴിക്കുമ്പം ഞാൻ അവരോട് പറയും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. അത് ഞാൻ അവരോട് പറയുന്നതല്ല, ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠമാണ്. ഇതൊക്കെ വഴികളാണ്. ഈ വഴികളിൽ ലക്ഷ്യമെന്താണെന്ന് അറിയുവാൻ ഒരുപക്ഷെ ഇനിയും നാം കാത്തിരിക്കേണ്ടതായിട്ട് വരും. 80 വയസ്സ് വരെ നടന്നതെന്തിനാണെന്ന്, ജീവിച്ചതെന്തിനാണെന്ന് വ്യത്യസ്തങ്ങളും നമ്മുടെ ഭാഷയിൽ അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു രൂപരേഖയിലൂടെ ആരോ അവനെ നടത്തിക്കൊണ്ടുപോയത് ദൈവമാണെന്നും നമുക്കറിയാം. നടത്തിക്കൊണ്ടുപോയതിൻ്റെ പിന്നിലെ യഥാർത്ഥത്തിലുള്ള കാരണം വെളിപ്പെടുന്നത് 80-ാം വയസ്സിൽ. അതും വളരെ അപ്രതീക്ഷിതം. ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ തീപ്പന്തം കണ്ടിട്ട് കയറുകയാണ്. നോക്കിയേക്കാം, എത്ര നിസ്സാര ഇടങ്ങളിലാണ്, എത്ര സർവസാധാരണ സാഹചര്യങ്ങളിലാണ് ഒരു ശ്രദ്ധയിലൂടെ, ഒരു കണ്ണു കൊടുത്താൽ, ഒരു കാതു കൊടുത്താൽ ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഉടമയായിട്ട് മാറാനൊക്കുക. അവൻ ഇസ്രായേലിൻ്റെ നേതാവായിട്ട് മാറി. 120-ാം വയസ്സിൽ മരിക്കെ, ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുക, 80 വയസ്സ് വരെ യാത്ര ചെയ്തിട്ടാണ് ദൈവഹിതം എന്താണെന്നറിയാൻ മോശയ്ക്ക് സാധിച്ചത്. അതിനു മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷനും മോശയും ദൈവവുമായി ഈ പറയുന്ന സംഭവത്തെക്കുറിച്ചില്ല. 80-ാം വയസ്സിൽ അവനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നെ കൊല്ലുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട വാളിനെ നീ തകർക്കണം. നിന്റെ കുലത്തെ മുടിക്കുവാൻ വേണ്ടി രൂപപ്പെട്ട സംസ്കാരത്തെ നീ തീർക്കണം. നിനക്കും നിന്റെ ജനത്തിനും എതിരായിട്ട് കഴിഞ്ഞ 430 വർഷമായി നിന്നെ അടിമത്വത്തിലാഴ്ത്തിക്കൊണ്ട് നിർവഹിക്കുന്ന ഭരണകൂടത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ വലിയ ജനസഞ്ചയത്തെ നീ വിടുവിക്കണം. എന്തൊരു പദ്ധതിയാണ്! ആടിനെ കൊണ്ട് നടക്കുന്നവൻ്റെ മുമ്പിലോട്ട് ഇട്ടുകൊടുക്കുകയാണ്. ഇത്രയും വലിയൊരു പദ്ധതിയാണ് ഞാൻ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഏറ്റെടുക്കാവുന്നത്ര വലിപ്പമുള്ളോ ഈ ചുമതലയ്ക്ക്? ഒരു മനുഷ്യൻ്റെ ചുമലിൽ പേറാവുന്ന അത്രമാത്രം ഭാരമുള്ളോ ഇത്? താണു വീണ് കേണ് പറഞ്ഞു നോക്കി, ഒഴിവാക്കാവോ? വേറെ ആരെങ്കിലും ഒഴിവാക്കാമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ക്രോധമാണ്. പുറപ്പാട് 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒഴിവാക്കാമോ എന്നൊന്ന് ചോദിച്ചു, ഒഴിവാക്കാമോ എന്ന് 2 ചോദിച്ചു. ഒഴിവാക്കാമോ എന്നുള്ള മോശയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ക്രോധമാണ്. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ അഹറോനെയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. അത് ഇഷ്ടപ്പെടാതെ പറഞ്ഞതാണ്. എന്തു വേണം വായിച്ചെടുക്കുവാൻ? ഒരു ബൃഹത്തായ പദ്ധതി ചെയ്യാൻ വേണ്ടിയിട്ട് ജനനത്തിന് മുമ്പ് തന്നെ കാലേ കൂട്ടി കരുതുന്ന ദൈവത്തിൻ്റെ നടത്തിപ്പോ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഇതിലെന്തെങ്കിലും അനിശ്ചിതത്വം പറയാനുണ്ടോ? ഇതിലെന്തെങ്കിലും ആകസ്മികത പറയാനുണ്ടോ? എവിടെയാണ് നമുക്ക് പരിഭവിക്കാൻ ഒക്കുക? എവിടെയാണ് നമുക്ക് നിരാശപ്പെടാൻ ഒക്കുക? ഞാൻ പഴിക്കുകയാണ് എൻ്റെ ജീവിതത്തെ. ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് യോബ് പറഞ്ഞു. ഞാൻ പഴിക്കുകയാണ് എൻ്റെ ജീവിതത്തെ, ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്നാണ്. ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും പോലെ ആയിരുന്നേനെ. തിരിച്ചു വരാൻ നമുക്ക് ഒരു പുതിയ ഭാവത്തിലേക്ക്. അനിശ്ചിതത്വങ്ങളില്ലിവിടെ. എല്ലാ അനിശ്ചിതത്വങ്ങളുടെയും പിന്നിലൊരു സുനിശ്ചിത ദൈവ പദ്ധതിയാണ്. അവൻ്റെ നിയോഗം അത് നിർവഹിക്കുക വരെ നാം ഇവിടെ ഉണ്ടാവും. ആ വിളി, ആ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ സാധൂകരിക്കുകയാണ് കരണീയമായിട്ടുള്ളത്. അവിടെ നോ പറയരുത്.
അതെത്ര കഠിനമാണെങ്കിലും അത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ അങ്ങ് കടന്നു പോകുന്നതല്ല ജീവിതം. ചെയ്യേണ്ടത് ചെയ്തിട്ട് പോകുന്നതാണ് ജീവിതം. ചെയ്യേണ്ടത് ചെയ്തു എന്നുറപ്പാക്കുന്ന സമയത്ത് വീണ്ടും അത് അനിശ്ചിതത്വത്തിൻ്റെ പൂർണ്ണതയാണ്. ചെയ്യേണ്ടത് ചെയ്തു എന്ന മോശ തൻ്റെ മനസ്സിൽ ഒന്ന്, അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരച്ഛൻ ഒരു പള്ളിയിൽ ചെന്നൊരു പ്രോജക്റ്റ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂദാശയൊക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരാഹ്ലാദം. നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമാകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഹ്ലാദം. ചെയ്യേണ്ടത് ചെയ്തു തീർത്തല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മനസ്സിലേക്ക് വന്ന് കണക്കുകൂട്ടലുകൾ, പിന്നെ ഉറക്കമില്ല. പിന്നത്തെ ഉറക്കമില്ലായ്മ ആധിയുടെയും വേദനയുടെയും അല്ല, സന്തോഷത്തിൻ്റെയും ആലോചനകളുടെയും. ക്രിയേറ്റീവായിട്ടുള്ള ആലോചനകൾ വന്നാലും ഉറക്കം പോവും, വേദനകൾ വന്നാലും ഉറക്കം നഷ്ടപ്പെടാം, സൃഷ്ടിപരമായ ആലോചനകൾ വന്നാലും ഉറക്കം നഷ്ടപ്പെടാം. പിന്നെ സൃഷ്ടിപരമായ ആലോചനകളാണ്. വീട് പണിതാൽ വീടിൻ്റെ കൂദാശ എങ്ങനെ, കയറി താമസിക്കുന്നത് എങ്ങനെ, ദിവസം എങ്ങനെ, ആരെ വിളിക്കുന്നത്, ആരെയൊക്കെ ചേർക്കണം, ഈ കോവിഡിൻ്റെ നടുവിൽ എങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് നെബോ പർവ്വതത്തിലേക്കൊരു വിളിയാണ്, കയറിവ. അതൊരു പുതിയ കാര്യമല്ല. പല പ്രാവശ്യം പർവ്വതം കയറിയിട്ടുള്ളവന് ഒന്നുകൂടെ കയറുക എന്ന് പറഞ്ഞാൽ ഈ 120ലും അത് അനായാസമാണ്. നെബോ പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ പറഞ്ഞു, വീട് കൂദാശയൊക്കെ അവർ തീരുമാനിച്ചോളും, വീട് കൂദാശയൊക്കെ അവർ തീരുമാനിച്ചോളും. നീ ദേ ആ വീടൊന്ന് കണ്ടിട്ട് ഇവിടെ മരിച്ചോ. തുടക്കം മുതൽ ഒടുക്കം വരെ അനിശ്ചിതത്വമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ അനിശ്ചിതത്വമാണ്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, 120-ാം വയസ്സിൽ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മോശയ്ക്ക് ഒരു ദിവസത്തേക്കെങ്കിലും കൂടുതൽ ചോദിക്കാൻ അവകാശമുണ്ടോ? ചരിത്രം അറിയാമെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജനിച്ച അന്ന് മരിച്ചു പോകേണ്ടവനെ 120 വർഷം കൊണ്ടു നടന്നിട്ട് നെബോ പർവ്വതത്തിൽ വെച്ച് ദൈവസന്നിധിയിലേക്ക് വിളിക്കുമ്പോൾ 2 ദിവസം കൂടെ ഈ യോർദാനൊന്ന് കടന്ന് കനാനിലെത്തുവാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴോ വിഷമം തീർന്നിട്ടില്ല. മോശയ്ക്ക് ദൈവം കനാൻ കൊടുക്കാത്തതിൻ്റെ വായിച്ചു വരുമ്പോൾ നൊമ്പരം തോന്നും. കാരണം വേദപുസ്തകം എന്ത് തന്നെ പറഞ്ഞാലും ചെയ്തത് നീതിയായില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. ഞങ്ങളൊക്കെ ശുശ്രൂഷയിലായതുകൊണ്ട് പലപ്പോഴും പലതും പിൻവലിക്കപ്പെടുമ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയിലും ഇടപെടുന്ന മേഖലകളിലും പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഒരുപക്ഷെ ചെയ്യുന്നിടത്തോ ചെയ്യിപ്പിക്കുന്നവരുടെ ഇടത്തു നിന്നോ ലഭിക്കാതെ വരുമ്പോൾ പെട്ടെന്നൊരു വേദന, മോശയെ പോലെയാണല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് താരതമ്യം ചെയ്യാൻ പറ്റിയൊരു ജീവിതമാണ്. മോശയ്ക്ക് ചോദിക്കാനൊക്കെ ഒരു ദിവസവും കൂടെ ഇല്ല. 1-ാം ദിവസം തീരേണ്ടവൻ ഇനി എങ്ങനെ ഒരു ദിവസവും കൂടെ കൂട്ടിച്ചോദിക്കുക? ഇതൊന്നും അല്ലാതെ വന്നത് അറിയാതെ തിരിച്ചു പോകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തതിൻ്റെ തൃപ്തിയോടെയല്ലേ മടങ്ങുക? കനാനൊന്നൊരു വിഷയമല്ലെന്നേ, വീടിൻ്റെ പണിയും കൂദാശയൊന്നൊരു വിഷയമല്ല. ഇത്ര എത്തിച്ചു എന്നുള്ളതാണ് വിഷയം. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുക. നിയോഗം തീരുമ്പോൾ വിളിക്കപ്പെടും. ആഗ്രഹങ്ങൾ ഒരുപക്ഷെ ബാക്കിയുണ്ടാകാം. നിയോഗം തീരുമ്പോൾ വിളിക്കപ്പെടും, ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടാകാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആയുസ് നീട്ടിക്കിട്ടിയെന്ന് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിയോഗം തീർന്നിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ കുറച്ച് നാളുടെ ഇവിടെ ജീവിച്ച് തിന്ന് കൊച്ചിൻ്റെ മാമോദീസ നടത്തി അതുകൂടെ ചെയ്ത് കല്യാണം നടത്തി, ഇതൊന്നുമല്ല. ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ട് എത്രയോ ആളുകൾ കടന്നുപോയി. നിയോഗങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തുന്നത്. നിയോഗത്തിൻ്റെ മുമ്പിൽ കണ്ണടയ്ക്കണ്ട, നിയോഗത്തിൻ്റെ മുമ്പിൽ സങ്കടപ്പെടേണ്ട, നിയോഗത്തിൻ്റെ മുമ്പിൽ നിരാശപ്പെടേണ്ട. നിയോഗം എത്ര വലുതാണെങ്കിലും എത്ര ഭാരമുള്ളതാണെങ്കിലും ഏറ്റെടുക്കുക. പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു മരണം, വീണ്ടും അനിശ്ചിതത്വമാണ്. വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ വിധിക്കപ്പെട്ടവൻ പർവ്വതത്തിൻ്റെ മുകളിലാണ് ചാകുന്നത്. യോനയുടെ ജീവിതാനുഭവങ്ങൾ അനിശ്ചിതത്വങ്ങളുടെ നടുവിലെ സുനിശ്ചിതത്വമായ ദൈവ പദ്ധതിയെ വെളിപ്പെടുത്തുന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. ചേർത്ത് വെച്ചാൽ ഒരുപോലെ ഇരിക്കും. ബൈബിൾ വിശുദ്ധ വചനത്തിൽ പറയുന്ന അനുഭവ പാഠങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുക. കൊട്ടാരത്തിൻ്റെ സുഖമാണെങ്കിൽ മറക്കണ്ട, എബ്രായൻ സഹോദരനെ അനുസ്മരിക്കാൻ കിട്ടുന്ന അവസരമാണ്. ഇത്രോവിൻ്റെ ആടുകളെ മേയിക്കുന്ന ദുരിതപൂർണമായ ജീവിതമാണെങ്കിൽ നിരാശപ്പെടണ്ട.
40 വർഷം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന്. വലിയ ഉത്തരവാദിത്വങ്ങൾ കേൾക്കുവാൻ, നിയോഗം മനസ്സിലാക്കുവാൻ 80 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അത് ഏറ്റെടുക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ മാത്രം നിന്റെ നാവ് ഉയരണ്ട. അതിനു വേണ്ടിയാണ് ഇത്രയും നാൾ നിന്നെ കൊണ്ട് നടന്നത്. ഇത്രയൊക്കെ യോഗ്യത മതി നിനക്കതിന്. ഒരു ദിവസത്തെ ആയുസ്സിനെ 120 മാറ്റുന്ന ആ വലിയ അനിശ്ചിതത്വത്തിൻ്റെ നടുവിൽ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് തിരിച്ചറിയാം എൻ്റെ ആയുസ്സിൻ്റെ പിന്നിലെ, ജീവിതത്തിൻ്റെ പിന്നിലെ സുരക്ഷിതമായ, സുനിശ്ചിതമായ ദൈവപദ്ധതി. അതിൽ നമുക്ക് ആശ്രയിക്കാം, അഭയപ്പെടാം, സമർപ്പിക്കാം. ഈ നോമ്പ് ആ തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.